കർത്താവിൻ്റെ ധന്യ പരിശുദ്ധ നാമം മാകുമാറാകട്ടെ. കൃപയാലൊരു പുതിയ വിഷയം കൂടി പഠിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, വിശകലനം ചെയ്യുന്നത് ധന്യനായ പൗലൂസിനെ പറ്റിയാണ്. സെയിന്റ് പോൾ. അത് ഒരുപക്ഷെ എല്ലാ ദൈവമക്കൾക്കും ഏറെ പരിചിതമായ, വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പൗലൂസ്. അതുകൊണ്ട് പൗലൂസിനെ പറ്റിയുള്ള ഒരു വിശകലനം പുതുമയുള്ള ഒന്നല്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ആ പുതുമകളില്ലാത്തതെങ്കിലും വളരെ ഹൃദയകാരിയായ, ക്രൈസ്തവ സഭാചരിത്രത്തെ ഏറെ സ്വാധീനിച്ച, ഒരുപക്ഷെ കർത്താവായ യേശു കഴിഞ്ഞാൽ ഏറെ ക്രിസ്ത്യാനിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വലിയ വ്യക്തിത്വത്തെയാണ് പഠന വിധേയമാക്കുന്നത്. പൗലൂസ് എന്ന മനുഷ്യനെ പറ്റി, അദ്ദേഹത്തെ സംബന്ധിയായ ഏറ്റവും സവിശേഷതകളുള്ള ചില ചിന്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം പൗലൂസ് എന്ന പേര്, അതൊരു ഗ്രീക്ക് പേരാണ്. റോമ പേരാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഈ ഗ്രീക്ക് റോമൻ പേരുകൾ സിമിലർ ആയിട്ട് പലപ്പോഴും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന നിലയിലാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ എബ്രായ പേര് ശൗൽ എന്നാണ്. ശൗൽ. ഈ ശൗൽ എന്നത് യഹൂദന്മാർക്കിടയിൽ പ്രചാരമുള്ള പേര്, കാരണം എബ്രായ പേരാണ്, അവരുടെ മാതൃഭാഷയിലെ പേര്. പൗലൂസ് എന്നത് ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിലെ പേരാണ്. അതൊരു കാരണമുണ്ട്. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ശൗൽ പൗലുസായി എന്നൊരു വാദമുണ്ട്. വലിയ അർത്ഥമില്ലാത്തൊരു വാദമാണ്. കാരണം ശൗൽ തന്നെ ആയിരുന്നു അവസാനം വരെ, പൗലൂസുമായിരുന്നു. എങ്ങനെയാണ് ഈ ഒരാൾക്ക് രണ്ടു പേര്, ചിലപ്പോൾ 3ഉം 4ഉം പേര് ഒരാൾക്ക് വരാറുണ്ട്? ദിദിമോസ് എന്ന തോമസ്, യോഹന്നാൻ എന്ന മറുപേരുള്ള മർക്കോസ്, ഇങ്ങനെ കാണാറുണ്ട്. ഇതെങ്ങനെയാണ്? ഇതിന്റെ കാരണം എന്താണ്? അന്ന് ആ കാലത്ത് യഹൂദന്മാര് റോമൻ അടിമത്തത്തിന് കീഴിലാണ്, റോമൻ സർവാധിപത്യത്തിന് കീഴിലാണ്. തങ്ങളുടെ ടെറിട്ടറിക്കുള്ളിൽ, തങ്ങളുടെ വിശാല സാമ്രാജ്യത്തിനുള്ളിലെ ഒരു കോളനി പോലെ, പണ്ട് ബ്രിട്ടീഷുകാർക്ക് എങ്ങനെ ഇന്ത്യ ആയിരുന്നു, ഇതുപോലെ ആയിരുന്നു ഇസ്രായേൽ. അപ്പോൾ ഈ റോമാക്കാർക്ക് യഹൂദന്മാരുടെ പേരുകൾ നാവിൽ വഴങ്ങില്ല. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ഇവർക്കൊരു പേരുള്ളപ്പോൾ തന്നെ ഈ യഹൂദന്മാർക്ക് റോമക്കാർ ഓരോ പേരിടുക പതിവ്. അതൊരു പ്രശ്നമുണ്ടാക്കി. കാരണം ഇങ്ങനെ വിളിക്കുന്ന പേരുകൾ പലപ്പോഴും റോമൻ ദേവതയുടെയോ ദേവന്റെയോ പേരായിരിക്കും. അത് യഹൂദനെ ഇട്ട് അവനെ ആക്ഷേപിക്കും പോലെ ഒരു പ്രതിസന്ധി വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനെ മറികടക്കാൻ അവർ ചെയ്തു വെച്ച ഒരു രീതിയാണ് ഒരാൾക്ക് 2 പേരിടുക, ചിലപ്പോൾ 3 പേരൊക്കെ ഇടും. ആ പേര് ആദ്യ പേരിന്റെ തന്നെ പര്യായമായിരിക്കും. ഉദാഹരണം പൗലൂസ് തന്നെ. പൗലോസ് എന്നത് ശൗൽ എന്ന എബ്രായ പേരിന്റെ തനി അർത്ഥമുള്ള അതേ ആശയമുള്ള പേരാണ്. ശൗലിന്റെ അർത്ഥം ചെറിയവൻ എന്നാണെങ്കിൽ പൗലൂസിന്റെ അർത്ഥവും അങ്ങനെയാണ്, മാറ്റമില്ല. ദിദിമോസ് എന്ന തോമസും അങ്ങനെയാണ്. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് നമ്മൾ കാണുന്നു. അദ്ദേഹത്തിന് സൈപ്രസ് ദ്വീപുകാരനാണ്. അദ്ദേഹത്തിന്റെ പേരിലും ഇങ്ങനെ യോസേഫ് എന്ന അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്. അപ്പോൾ പേരുകൾ 2 വരും. തദ്ദായി എന്നൊരു ശിഷ്യനുണ്ട്. അത് യൂദയുടെ മറ്റൊരു പേരാണ്. അത് തകർന്നു പോയ യൂദയല്ല, വേറൊരു യൂദയുണ്ട്. യാക്കോബിനും ഇതുപോലെ തന്നെ പേരുകളിൽ ഇങ്ങനെ ആവർത്തിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഒരു രീതി. അപ്പൊ ശൗൽ എന്ന് പിന്നെയും വിളിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ച വേലയ്ക്ക് വേർതിരിക്കാൻ അപ്പോസ്തലപ്രവൃത്തി 16 പറയുക.
അപ്പോൾ ഈ പേര് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവസാനം വരെ. പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ പേര് പൊതുലോകത്തിലേക്ക് ചെല്ലുമ്പോൾ ആ പേര് അത്ര സുപരിചിതമല്ല, ആവശ്യമില്ല. നമ്മുടെ പേര് നമുക്ക് ഇതുപോലെയാണ്. ഒഫീഷ്യലി ഒരു പേര് രജിസ്റ്ററിൽ കാണും, വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ടാവും. ഏറ്റവും ഹൃദയംഗമായി സ്നേഹിക്കുന്ന ആളുകളും മറ്റും നമ്മളെ വീട്ടിൽ വിളിക്കുന്ന പേരിനാൽ അടയാളപ്പെടുത്തുമ്പോൾ സമൂഹം ഔദ്യോഗികമായി വിളിക്കുന്നത് രണ്ടാമത് പറഞ്ഞ പേരാണ്, ഔദ്യോഗിക പേരാണ്. ഇപ്പൊ ശൗൽ എന്നത് എബ്രായ പേരും പൗലൂസ് എന്നത് ലാറ്റിൻ പേരുമാണ്. ഈ രണ്ടു പേരും എപ്പോഴും നിലനിന്നിരുന്നു. രണ്ടിന്റെയും അർത്ഥം ചെറിയവൻ എന്നാണ്. അപ്പോൾ ചെറിയവൻ എന്നത് യൗവനത്തിന്റെ ഊർജ്ജസ്വലതയെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്ന പേരാണ്. അതൊരു പ്രചാരത്തിലിരുന്ന പേരാണ്. മാത്രമല്ല, ഈ പേരിടുന്നതിന് മറ്റൊരു ന്യായം കൂടെ. ഈ ശൗല് എന്ന പേര് ബെന്യാമീൻ ഗോത്രക്കാർക്കിടയിലെ ഏറ്റവും സ്വീകാര്യമായ പേരാണ്. കാരണം അവർക്കൊരു രാജാവ് ഉണ്ടായിരുന്നു, ശൗൽ എന്ന പേരുള്ള രാജാവ്. നമുക്കറിയാലോ, ആദ്യത്തെ രാജാവ് അവരുടെ ഡൈനാസ്റ്റി രാജവംശത്തിൽ ഈ പേര് സ്വാഭാവികമായിട്ട് ആളുകൾ ഇട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ധീരതയ്ക്ക് പേര് കേട്ട ഒരു കുലമാണ് ബെന്യാമീൻ ഗോത്രം. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി എന്നാണ്. ആ കടിച്ചു കീറുന്ന ചെന്നായിയുടെ ഗോത്രത്തിൽപ്പെട്ട ആ കുലത്തിൽപ്പെട്ട ആളായിരുന്നു ബെന്യാമീൻ, ശൗല്. അപ്പോൾ ഈ ശൗലിനെ പറ്റി ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുന്ന ഒരു പരാമർശത്തെ പുതുനിയമത്തിലെ വ്യാഖ്യാതാക്കൾ നല്ല ഭംഗിയായി അവതരിപ്പിച്ച ഒരു കാര്യം ഞാനൊന്ന് ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ശൗൽ തോൾ മുതൽ പൊക്കമേറിയ സുനേത്രനായ പവിഴ നിറമുള്ള വളരെ സ്മാർട്ടായ ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. തോൾ മുതൽ പൊക്കമേറുക എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു വൈകൃതം പോലെ നമുക്ക് തോന്നും. ഒരാളുടെ തോളിന്റെ മുകളിലോട്ട് വല്ലാതെ നീളം. പക്ഷെ ഇതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പരിഭാഷയുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ കുറെ ആളുകൾ നിന്നാൽ നമ്മൾ അദ്ദേഹത്തിന്റെ തോളോളമേ വരുള്ളൂ. നമ്മുടെ തോളും കഴിഞ്ഞ് അദ്ദേഹത്തിന് ഉയരമുണ്ടെന്നർത്ഥം. നല്ല ഉയരമുള്ള ഒരു പേഴ്സണാലിറ്റി, നല്ല ലീഡർഷിപ്പിനൊക്കെ പറ്റിയ ഒരു പേഴ്സണാലിറ്റി, ഇതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പൗലൂസിനെ പറ്റി അങ്ങനെ അധികം ഉയരമുള്ള ആളായിട്ടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, യഹൂദന്മാർക്ക് പൊതുവെ ആകാരവടിവിൽ ശരീരത്തിൽ അധികം ഉയരമുള്ള ആളുകളായിരുന്നില്ല, ഉയരം കുറഞ്ഞ ആളുകൾ തന്നെയായിരുന്നു. ഈ പൗലൂസ്, പഴയ നിയമത്തിലെ ശൗല് തോൾ മുതൽ പൊക്കമേറി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, ഇതെല്ലാം കൊണ്ടാണ്. ഉയരമുള്ള ആൾ എന്നാണ് അർത്ഥം. പൗലൂസിന് പക്ഷെ ഉയരമുള്ളതായിട്ട് തെളിവില്ല. നമ്മൾ കേൾക്കുന്നതൊക്കെ ഉയരം കുറഞ്ഞ ആളായിട്ട് തന്നെയാണ്. അതിന് പറയുന്ന ഒരു മാനദണ്ഡം, ഒരു കൊട്ടയ്ക്കുള്ളിൽ അദ്ദേഹത്തെ അടച്ച് മതിൽ വഴിയായി ഇറക്കി വിട്ടു എന്ന് കേൾക്കുന്നു. ഒരു കൊട്ടയ്ക്കുള്ളിൽ ഒതുങ്ങി അവിടെ കിടക്കത്തക്ക വിധം ഒരു ചെറിയ മനുഷ്യൻ. അപ്പോ അങ്ങനെയൊക്കെയുള്ള ചില ന്യായങ്ങളാണ് പറയുന്നത്. അതിൽ മറ്റൊരു കാര്യമുള്ളത്, പക്ഷെ അദ്ദേഹം ഉയരമുള്ള ആളാണ്. സഭാചരിത്രത്തിൽ ഇന്നോളം കണ്ട സകല മനുഷ്യരും ഒരുമിച്ച് നിന്നാൽ പൗലൂസിനോളം എത്തത്തില്ല, അത്ര ഉയരത്തിലാണ് അദ്ദേഹം. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന വിശാലമായ ആത്മീയ നിരയ്ക്കുള്ളിലെ ഉയരം പൗലൂസിന് തന്നെയാണ്. തോൾ മുതൽ അദ്ദേഹം പൊക്കമേറി തന്നെ നിൽക്കുകയാണ്, നല്ല ഉയരത്തിൽ നിൽക്കുകയാണ്. അതാണ് എൻ്റെ ഒരു മറ്റൊരു സത്യം. അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ സ്ഥലത്തെ പറ്റിയും പശ്ചാത്തലത്തെ പറ്റിയും പറയുന്ന ചില പരാമർശങ്ങൾ നമുക്കറിയാം. അത് പ്രവൻസൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം പൊതുവെ ബെന്യാമീൻ ഗോത്രം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലത്തെ പറ്റി അഭിമാന പുരസരം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഒന്നാമതായിട്ട്, ഞാൻ പ്രസിദ്ധമായ റോമാൻ സാമ്രാജ്യത്തിലെ കിലിക്യ സംസ്ഥാനത്തിലെ തർസോസ് പട്ടണത്തിൽ ജനിച്ചു വളർന്ന റോമൻ പൗരനായ ഒരു യഹൂദനാകുന്നു. ഇതാണ് പറയുന്നത്. റോമൻ പൗരനായ ഒരു യഹൂദൻ. ഇത്രയാണ് അദ്ദേഹത്തെ പറ്റിയുള്ളത്. ഞാൻ പ്രസിദ്ധമായ കിലിക്യ സംസ്ഥാനത്തിലെ ജനിച്ചു വളർത്തപ്പെട്ട ആ സ്ഥലത്തിന്റെ പേര് തർസോസ് ആണ്, തർസീസ് അല്ല. രണ്ടും രണ്ടാണ്. ടാർസീസ് വേറെ, തർസോസ് വേറെ. തർസോസ് പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട റോമൻ പൗരനായ യഹൂദൻ. ഗുരു ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചയാൾ. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്.
ആകയാൽ ജഡത്തിൽ പ്രശംസിക്കാൻ എനിക്കും ചിലതുണ്ട്. എന്റെ വ്യക്തിത്വത്തെ ശക്തമാക്കുന്ന ചില ഘടകങ്ങൾ എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അദ്ദേഹം പറയുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല കാര്യമെന്ന് തിരിച്ചറിയുക കൂടി ചെയ്യും. ജഡത്തിൽ പ്രശംസിക്കാൻ, അഭിമാനിക്കാൻ ചിലത് എനിക്കുണ്ട്. ആ ഘടകങ്ങൾ പറയാണ്. ആ ഘടകങ്ങളിൽ ഒന്ന്, അദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലം എന്നത് ഈ തർസോസ് പട്ടണം. ഈ തർസോസ് പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുരാതന ലോകത്തിലെ ഒരു സമ്പന്ന പട്ടണമായിരുന്നു. ഈ പേര് തന്നെ ഉണ്ടാകുന്നത് ടാർസിസ്റ്റോൺ എന്നൊരു പദത്തിൽ നിന്നാണ്. ടാർസിസ്റ്റോൺ. ടാർസിസ്റ്റോൺ എന്ന പദത്തിന് ഗോമേതക കല്ല് എന്നർത്ഥം. ഗോമേതക കല്ല്. ഈ ഗോമേതക കല്ല് പഴയകാലത്ത് മനുഷ്യൻ ആഭരണമായി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഗോമേതകം. നമുക്കറിയാം ഈ ഗോമേതകം ഭയങ്കര ഡിമാൻഡുള്ള വസ്തുവാണ്. അപ്പോൾ ഇത് ധാരാളമായി വിൽക്കപ്പെടുന്ന അതിൻ്റെ ക്രിസ്റ്റലുകൾ വിൽക്കുന്ന ഇടമായിരുന്നു ഈ സ്ഥലം. അങ്ങനെ ആഭരണ നിർമ്മാണത്തിന് പേര് കേട്ട ജൂവലറികളുടെ ഒരു നാടാണ് തർസോസ് പട്ടണം. അപ്പൊ ഈ തർസോസിലാണ് ജനിച്ചത് എന്ന് ഈ സമ്പത്തിന്റെ, അവരുടെ അദ്ദേഹത്തിന്റെ ആ സ്ഥലത്തിന്റെ സമ്പന്ന പശ്ചാത്തലം ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഈ ശൗൽ എന്ന പൗലൂസ് ജീവിച്ചിരുന്ന സ്ഥലത്ത് അതുവഴി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് സിറ്റ്നസ് എന്നാണ്. SYDNES. സിറ്റ്നസ് നദിയുടെ തീരത്താണ് താർസോസ് പട്ടണം നിലകൊള്ളുന്നത്. ഈ നദി ചെന്ന് ചേരുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് 10 മൈലിനുള്ളിൽ മാറിയാണ് ഈ പട്ടണം. അപ്പൊ ഏതാണ്ട് 10 കിലോമീറ്ററോളം ഈ നദി ഇതുവഴി ഒഴുകുന്നുണ്ട്. ഈ നദിയുടെ പ്രത്യേകത, ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ നദികളിൽ ഒന്നാണ്. അതീവ ശൈത്യമുള്ള നദി. അതുകൊണ്ട് ഈ പരിസരമെല്ലാം നല്ല തണുപ്പാണ്. അങ്ങനെ മഞ്ഞുവീഴ്ച ധാരാളമുള്ള, അത്യാകർഷകമായ, പ്രകൃതി വളരെ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് തർസോസ് എന്ന് പറയുന്നത്. ഇതുവഴി ചെറിയ പായ്ക്കപ്പലുകളിൽ, ചെറിയ ബോട്ടുകളിൽ വിനോദയാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ കടൽമാർഗം ധാരാളം വിദേശികൾ ഈ സ്ഥലത്ത് വരുമായിരുന്നു. അങ്ങനെ വന്നിരുന്ന വിദേശികളിൽ പ്രമുഖരായിരുന്നു ഈജിപ്തിലെ ആന്റണിയും ക്ലിയോപാട്രയും ഇവിടെ ഒഴിവ് ജീവിതം ആസ്വദിക്കാൻ എത്തുമായിരുന്നു. അങ്ങനെ ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം. അപ്പോൾ സിറ്റ്നസ് നദിയുടെ തീരത്ത് ഉറപ്പിക്കപ്പെട്ട മനോഹരമായ തർസോസ് പട്ടണത്തിൽ ജനിച്ചു വളർന്ന റോമൻ പൗരനായ ഒരു യഹൂദൻ എന്ന പ്രയോഗം പൗലോസ് എന്ന മനുഷ്യന്റെ പശ്ചാത്തലം ഗ്രഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഉണ്ട് ചില കാര്യങ്ങൾ. അദ്ദേഹം റോമൻ പൗരനാണ് എന്നെടുത്തു പറയുക. ഈ റോമൻ പൗരത്വം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതീവ പ്രയാസമുള്ള കാര്യമാണ്. ഈ റോമൻ പൗരത്വം 2 നിലയിലാണ് കിട്ടുന്നത്. ഒന്ന്, ഒരു റോമ പൗരനായി ജനിക്കുക എന്നതാണ്. അതായത് ഞാൻ റോമൻ പൗരനാണെങ്കിൽ എൻ്റെ മക്കൾക്കും കിട്ടാം റോമൻ പൗരത്വം, എൻ്റെ തലമുറയ്ക്ക് അത് കിട്ടും. രണ്ടാമതായിട്ട് അത് കിട്ടാനുള്ള വഴി ആർജിത പൗരത്വമാണ്. അങ്ങനെയാ, എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. ആർജിത പൗരത്വമുണ്ട്, അക്വൈഡ് സിറ്റിസൺഷിപ്പ് ഉണ്ട്. അക്വൈഡ് സിറ്റിസൺഷിപ്പിന്റെ പ്രത്യേകത, റോമില് എല്ലാവർക്കും അത് കിട്ടില്ല. റോമിലെ എലീറ്റ് ക്ലാസ്സിന് മാത്രം കരഗതമാക്കാൻ പറ്റുന്ന ഒന്നാണത്. അതിസമ്പന്നരായ ആളുകൾ ആ തുക റോയൽറ്റി പോലെ വലിയൊരു തുക റോമൻ ഗവൺമെന്റിന് നൽകിയിട്ട് വേണം അത് കരഗതമാക്കാൻ. പൗലൂസിനെ പറ്റിയൊക്കെയുള്ള അനുമാനം, അദ്ദേഹത്തിന്റെ പൂർവികന്മാർ മുതൽ ഇങ്ങനെ റോമൻ ഗവർണർമാർക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ, കൂടാരപ്പണി ചെയ്തു എന്നാണ്. ഈ കൂടാരപ്പണി എന്നതിന്റെ ആ ടെന്റ് മേക്കർ എന്നൊക്കെ പറയുന്ന ടെന്റ് കേവലം ടെന്റ് അല്ല, നല്ല നിർമ്മാണ വൈഭവമുള്ള വിദഗ്ധ ശില്പികളായിട്ട്, എഞ്ചിനീയേഴ്സ് എന്ന നിലയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പാകത്തിനുള്ള ജ്ഞാനം ഒക്കെ ഉള്ള ആളുകളാണ് ഈ കൂടാരപ്പണിക്കാർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ. അപ്പോൾ പൗലൂസിന്റെ പൂർവികരടക്കം ഇങ്ങനെ ചെയ്തിരിക്കണം എന്നാണ് ഒരു അനുമാനം. കാരണം പൗലൂസ് ഒരു കോടതി വ്യവഹാരത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു റോമൻ പൗരനാണ്,
വിചാരണ കൂടാതെ എന്നെ അടിക്കുന്നത് വിഹിതമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ റോമൻ പൗരൻ അറിഞ്ഞിട്ട് ഗവർണർ ഭയപ്പെട്ടുപോയി, മജിസ്ട്രേറ്റ് ഭയപ്പെട്ടുപോയി. അപ്പോൾ അകപ്പാടെ വിഷമിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് നിയമവിരുദ്ധമാണ്, അതുണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതമാണ്, പരാതിപ്പെട്ട കളി മാറും. പെട്ടെന്ന് നിർത്തിച്ചു. നീ റോമാ പൗരനെന്ന് ഞാൻ അറിഞ്ഞില്ല, സോറി. ഇത്രയും കേട്ടപ്പോൾ ഗവർണർ പറയാണ്, ഞാനത് ഏറിയ ദ്രവ്യം കൊടുത്തു വാങ്ങി, ഏറിയ ധനം കൊടുത്തു വാങ്ങിയ പൗരത്വം എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് എന്റെ വിലയേറിയാം. ഏറിയ പൗരത്വം കൊടുത്ത് അയാൾ വാങ്ങിയെങ്കിൽ കുലീനത്വം പൗലോസ് ഒരിക്കൽ കൂടി പറയാണ്, സാറ് വില കൊടുത്താണ് വാങ്ങിയതെങ്കിൽ ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. നോക്കണം. അപ്പൊ അത് അയാളെ കളിയാക്കുന്ന പോലായിപ്പോയി. അത്ര കുലീനത്വമുള്ള ഒരു കുടുംബം. റോമൻ പൗരത്വം എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് കടം വിട്ടേക്കാം. പുരാതന റോമില് 2 തരം പൗരത്വം ഉണ്ടായിരുന്നു. 3 തരം മനുഷ്യരും 2 തരം പൗരത്വമായിരുന്നു. അപ്പോൾ 3 തരം മനുഷ്യരെന്ന് പറഞ്ഞാല് അടിമകൾ അവിടെയുണ്ട്, അവർ പൗരന്മാരല്ല, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒന്നുമില്ല, അടിമകളാണ്. പക്ഷെ അത് ഇന്ത്യൻ അടിമ വസ്തുതയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു റോമിലെ അടിമത്വം. അപ്പോൾ കൊടുക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അടിമകളെ അവിടെ ഇവിടെ കാണുന്ന തരത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ചില പരിഗണനകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അടിമ യജമാനന്റെ പ്രോപ്പർട്ടിയുടെ ഭാഗമാണ്, ഉത്തരവാദിത്തപ്പെട്ട ഭാഗമാണ്. ഈ അടിമയെ കൊല്ലാൻ വരെയുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. അവരെയാണ് ഡൂലോസ് എന്ന് വിളിക്കുന്നത്. ഡൂലോസ് എന്നതിന്റെ ബഹുവചനം ഡൂലോയ് എന്നാണ്. അടിമകൾ ഡൂലോസ് ആണ് ഒരു ഗ്രൂപ്പ്. ഈ ഡൂലോസ് പോപ്പുലേഷൻ കൊണ്ട് കൂടുതലാണ്, പക്ഷെ അവര് പൗരന്മാരല്ല, കഠിനാധ്വാനം ചെയ്ത് ഊഴിയ വേല ചെയ്യുന്ന ആൾക്കാരാണ്. പണം കൊടുത്തല്ല അവരുടെ ജീവിതം, പണമല്ല കൂലിയായിട്ട് കിട്ടുന്നത്, ഭക്ഷണമാണ്. അപ്പൊ പലപ്പോഴും ആ ഭക്ഷണം കഴിച്ച് റോമിലെ റോഡുകൾ നിർമ്മിക്കാനും മറ്റു പല മേഖലകളിൽ യജമാനന്മാർ ഉപയോഗിച്ചു വന്നു അടിമകളെ. ഇവർ പൗരന്മാരല്ല. ഇനി പൗരന്മാരായിട്ട് 2 തരം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്നത് പെട്രീഷ്യൻസ് എന്നായിരുന്നു. പെട്രീഷ്യൻസ് ആരാണ്? പെട്രീഷ്യൻസ് എന്നത് റോമിലെ അതിസമ്പന്നരായ വലിയ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള, കുലീനത്വം കൂടുതലുള്ള ഒരു എലീറ്റ് ക്ലാസിനെയാണ് പെട്രീഷ്യൻസ് എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഇവരെ കൂടാതെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പൗരന്മാരുണ്ടായിരുന്നു. അവരെ അറിയപ്പെട്ടിരുന്നത് പ്ലീബിയൻസ് എന്നായിരുന്നു. പ്ലീബിയൻസ് നിലവാരമല്പം കുറഞ്ഞ പൗരന്മാരായിരുന്നു. കൂടിയതാണ് പെട്രീഷ്യൻസും പ്ലീബിയൻസും. ഈ വിഭജനത്തിന്റെ മാനദണ്ഡം പണമാണ്, ധനപരമായ അഭിവൃദ്ധിയാണ് ഒരു ഉന്നതിക്ക് കാരണമെങ്കിൽ അതിനേക്കാൾ അല്പം കുറഞ്ഞവരെന്നേ അർത്ഥമുള്ളൂ, തീരെ ഇല്ലാത്തവരല്ല. അപ്പോൾ അങ്ങനെയുള്ള 3 തരത്തിലെ ആളുകൾ, ഡൂലോയ് എന്ന അടിമകള്, പെട്രീഷ്യൻ എന്ന ഉന്നതന്മാരായ ആളുകൾ, ഇനി പ്ലീബിയൻ എന്ന ശരാശരിക്ക് മീതെ നിലവാരമുള്ള ആളുകൾ. ഇവയൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു പൊതു സാമൂഹ്യ വ്യവസ്ഥിതി. ഇതിൽ പെട്രീഷ്യന്റെ പ്രത്യേകത, ഇവരിൽ നിന്നാകും ശതാധിപന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ആ തൊഴിലൊക്കെ അവരുടേതാണ്. സഹസ്രാധിപൻ, ശതാധിപൻ എന്നൊക്കെ പറയുന്ന ആ തൊഴിലുകൾ ഇത്തരത്തിൽപ്പെട്ടവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത കാര്യങ്ങളുണ്ട്. അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന വലിയ മാന്യതയുണ്ട്. ഇതറിഞ്ഞാൽ അവരെ തിരിച്ചറിയാൻ അവർക്ക് എപ്പോഴും റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര പതിച്ച ഷാളോ അല്ലെങ്കിൽ തലപ്പാവോ ഒക്കെ ധരിച്ചുകൊണ്ട് സമൂഹത്തിലൂടെ പോകാം. അങ്ങനെ ധരിച്ചുകൊണ്ട് പോകുന്ന ഈ ആളുകളെ കണ്ടാൽ അതിയായ ബഹുമാനവും ആദരവും നൽകാറുണ്ട് മനുഷ്യർ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് സെയിന്റ് പോള് യഹൂദനായിട്ട് കൂടി ഈ പൗരത്വം കുടുംബമായി ആസ്വദിച്ചു. കാരണം യഹൂദന്മാരെല്ലാം അടിമകളാണ് അവിടെ. പറഞ്ഞല്ലോ, പണ്ട് നമ്മള് ഇന്ത്യയില് അടിമകളായി ജീവിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു. അപ്പോഴും ഇവിടെ സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. എക്സാമ്പിള് നമ്മുടെ നെഹ്റുവിന്റെ കുടുംബമൊക്കെ വലിയ സമ്പന്നരായിരുന്നു. അതിയായ വിധത്തിൽ വലിയ വലിയ നിലയിലാണ് ജീവിച്ചത്. ഏതാണ്ട് അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത, 27 റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ പണ്ഡിറ്റ്ജിയുടെ ഉടമയിൽപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്നുള്ളതാണ്. 27 റെയിൽവേ സ്റ്റേഷനുകൾ. ഇന്നിപ്പോ റെയിൽവേ സ്റ്റേഷനുകൾ അടുത്തടുത്താണെങ്കിൽ അന്ന് ദൂരത്താണ്. അങ്ങനെ ആളുകൾ ഇറങ്ങാനും കയറാനും അത് ഇല്ലല്ലോ, ദൂരത്താണ്. അങ്ങനെ പ്രമുഖങ്ങളായ 27 റെയിൽവേ സ്റ്റേഷനുകൾ സ്വന്തം പറമ്പിൽ
നെഹ്റു ഇന്ത്യക്ക് വില പറഞ്ഞു എന്നൊക്കെ ഒരു കഥയുണ്ട്. ബ്രിട്ടീഷുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇതിന്റെ പൈസ ചോദിച്ചാൽ തന്നേക്കാം, മേടിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അതുപോലെ സമ്പന്നനായിരുന്ന. പക്ഷെ ഇന്ത്യ വില കൊടുത്തൊന്നും മേടിക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു സത്യം. വില അങ്ങനെ മറിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും അത് അതിശയോക്തിപരമായിട്ടോ മറ്റോ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി വരുന്ന വഴിക്കൊക്കെ കാറായിരുന്നു. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ പെട്ട കാറുകൾ. അതിന് ഡ്രൈവേഴ്സിനെയൊക്കെ ആക്കും ഏത് വഴിക്ക് ഇറങ്ങുന്നു. തലയിൽ അദ്ദേഹം ഈ പണം നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ആഡംബരത്തോടുകൂടി തന്നെ ജീവിച്ച ഒരാളായിരുന്നു. സൂട്ട് മാറി മാറിയൊക്കെ ധരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടി സൂട്ട് എടുത്തിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാത്ത സ്ഥിതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ആളുമൊക്കെ ആയിരുന്നു. മാത്രമല്ല, ഈ നെഹ്റുവിനെ പറ്റി ഓർത്തപ്പോൾ ഓക്സ്ഫോർഡിലെ ഡിഗ്രിയാണ് ആകെ നെഹ്റുവിനുള്ളത്. ഓക്സ്ഫോർഡിലെ BA ഉള്ളൂ. പക്ഷെ പാണ്ഡിത്യം അതിൻ്റെ ഒക്കെ ഒത്തിരി അപ്പുറത്താണ്. അപ്പോൾ ഒരു ഓക്സ്ഫോർഡ് ഡിഗ്രിക്കാരൻ, പക്ഷേ എവിടെയാണ് അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം എന്ന് ഓർത്തു നോക്കുക. അവാദപരമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോ ജന്മനാ സാമ്പത്തികമുള്ള നല്ല ഒരു പശ്ചാത്തലമാണ് നെഹ്റുവിനുള്ളത്. അപ്പൊ ഈ രാജീവ് ഗാന്ധിയെ പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി കഥയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് അറിയില്ല. അഴിമതി ആരോപണമൊക്കെ രാജീവ് ഗാന്ധിക്ക് ഒന്നും ഉന്നയിക്കാൻ പോലും പറ്റില്ല. കാരണം ഈ അഴിമതി നടത്തുന്നതൊക്കെ അടുത്ത കാലത്ത് അധികാരത്തിൽ വന്ന ആളുകളൊക്കെ, അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ ആയിരുന്നു ഇന്ത്യയുടെ നല്ലൊരു ഭാഗം. ഈ തിഹാർ ജയിലും ഒക്കെ അവർ വിട്ടുകൊടുത്ത സ്ഥലങ്ങളാണ്. വിട്ടുകൊടുത്ത സ്ഥലം. അപ്പോ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാളെ തിഹാർ ജയിലിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അവരെ പഴയ വീട്ടിലേക്ക് പോയി എന്ന് കണക്കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ അവർ കൊടുത്ത സ്ഥലത്തേക്ക് അവർ കുറച്ചാൾ താമസിച്ചു എന്നൊക്കെ അർത്ഥമുള്ളൂ. ജയിലിലിട്ടു എന്ന് കേട്ട അത്ര ഒന്നും ഒരു ഗൗരവമില്ല. അതുപോലെ സമ്പന്നരായിരുന്നു നെഹ്റു ഒക്കെ. അപ്പോൾ സെയിന്റ് പോളിനെ പറ്റി അങ്ങനെ നമുക്ക് അനുമാനിക്കാൻ പാകത്തിന് ഒത്തിരി സംഭവങ്ങളുണ്ട്, ഹിസ്റ്റോറിക്കലി ഉണ്ടെന്നുള്ളതാണ്. വലിയ സമ്പന്നര്. അദ്ദേഹത്തിന്റെ കുറിച്ചുള്ളൊരു പഠനം ഹിസ്റ്റോറിക്കലി പറയുന്നത് കപ്പൽ പ്രമാണിയായിരുന്നു അപ്പന്ന. കപ്പൽ പ്രമാണി, സ്വന്തം കപ്പലുകളൊക്കെ ഉള്ള, അതില് എന്താ പറയുക, അതിലൂടെ വാണിജ്യ ഏർപ്പാടുകളൊക്കെ നടത്തിയിരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ട്രേഡ് ആൻഡ് കൊമേഴ്സ് രംഗത്തൊക്കെ ഇവർ വളരെ ശ്രദ്ധേയരായിരുന്നു. അങ്ങനെ അത്യാവശ്യം നമുക്ക് ഇത്രയും മതി അദ്ദേഹത്തിന്റെ ചരിത്രത്തെ പറ്റി മനസ്സിലാക്കാൻ. ഇത് കൂടാതൊരു കാര്യമുണ്ട്. ഏതൊരു യഹൂദനും ചെറുപ്രായത്തില് കലാലയത്തിൽ പഠിക്കാൻ പോകും. ഈ പഠിക്കുന്നത് ന്യായപ്രമാണമാണ് പഠിക്കുന്നത്. ന്യായപ്രമാണം, അനുബന്ധ വിഷയങ്ങളും ഒക്കെ തന്നെ പഠിക്കും. അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ പഠിക്കും. ഇതെല്ലാം പഠിക്കുന്ന ഒരാള് പരിധി വിട്ടിത് പഠിച്ചിട്ട് കാര്യം എന്തുവാ? പരിധി വിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം തൊഴിലിനുള്ളതാണ് പഠിക്കുന്നത്. തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ പക്ഷെ ഒരു കൂട്ടർ പഠിക്കും. അത് ഈ ലേവി ഗോത്രക്കാരാണ്. ലേവി ഗോത്രക്കാർ ഇത് പഠിച്ചിട്ട് കാര്യമുണ്ട്. കാരണം അയാള് ന്യായപ്രമാണം നന്നായിട്ട് പഠിക്കണം ലേവി. കാരണം അവരുടെ ജോലി പൗരോഹിത്യമാണ്. പുരോഹിതന്മാരിത് പഠിക്കും. അപ്പൊ ഇത് പുരോഹിതന്മാർ പഠിക്കാതെ ഇന്ന് നമ്മൾ തിയോളജി പഠിക്കുന്നതല്ല. കാരണം അവരുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ഇത് കുറെ ബന്ധമുണ്ട് ഈ പഠിക്കുന്ന കാര്യം. ഉദാഹരണം പറഞ്ഞാല്, ഇവരുടെ നാട്ടിലെ ഭരണക്രമം നിയന്ത്രിക്കുന്നത് ഈ തോറ എന്ന പഞ്ചഗ്രന്ഥമാണ്. അതിനകത്ത് പറയുന്ന അനുസരിച്ച് ജീവിച്ചില്ലേ, അതിനകത്ത് ശിക്ഷയും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു വക്കീലാകുന്ന ആള് എങ്ങനെ നിയമം പഠിക്കണം, ഇതുപോലെ ലേവി ഗോത്രക്കാരനത് പഠിക്കും. കാരണം തർക്കസംഗതികൾ തീർപ്പ് കൽപ്പിക്കാനൊക്കെ ഇവരെ വിളിക്കും. ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ന്യായപ്രമാണം തെറ്റിക്കാൻ പാടില്ല. ഇനി പുരോഹിതന്മാർ മാത്രമായിരുന്നില്ല, അവർ മജിസ്ട്രേറ്റുമാർ കൂടിയായിരുന്നു. കോടതി തന്നെ ആയിരുന്നു അവര്. അതിന്റെ കാരണമുണ്ട്. സന്നിധ്രീൻ എന്ന കോടതിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സന്നിധ്രീൻ ഒരു മത കോടതിയാണ്. അപ്പൊ അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയണമെങ്കിൽ കോർട്ടിന്റെ ആ ശൈലിയും ഒക്കെ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ലേവി ഗോത്രക്കാരൻ ഇത് പഠിക്കും. മറ്റു ഗോത്രങ്ങൾ ഇത് പഠിച്ചിട്ട് വലിയ കാര്യമില്ല. തൊഴിലിന് ആവശ്യമുള്ളത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റു ഗോത്രങ്ങളിൽ യഹൂദ ഗോത്രം ഇത് പഠിക്കാറുണ്ട് അല്പം. അതിന്റെ കാരണം അവര് രാജാക്കന്മാരായിരുന്നു പണ്ട്. അപ്പൊ രാജാധികാരം മടങ്ങി വരുന്നാല് ഇവർക്കാണ് രാജാവാകാൻ പറ്റുന്നത്. അപ്പൊ രാജാവ് നിയമം ഓർത്തിരിക്കണമല്ലോ, അതിനുവേണ്ടി പഠിക്കുന്നുണ്ടാ. ഇതൊക്കെ ആണെങ്കിലും ഈ ബെന്യാമിൻ ഗോത്രക്കാരനായ പൗലോസ് എന്തിനാണ് ഇത് പഠിച്ചതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം വളരെ നന്നായിട്ട് ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചു എന്നാണ്. സൂക്ഷ്മതയോടെ. അപ്പോൾ ഇത്രയും കാര്യമുള്ള മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയാ, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയാ. അറിവിന്റെ ആഴക്കം കൊണ്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെയുള്ള നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇത്രയുള്ള ഒരു മനുഷ്യൻ. അപ്പോ
എന്തിനാണാവോ ഈ ബെന്യാമിൻ ഗോത്രക്കാരനായ പൗലുസ് പോയിട്ട് ന്യായപ്രമാണം പഠിച്ചത്? അല്ലെ ഇവര് പഠിച്ചിട്ട് പ്രത്യേകില്ല. അല്ലേലാകാം പരമാവധി കിട്ടാവുന്ന ഒരു സ്വീകാര്യത ഒരു റബ്ബിയാകും. അതുവഴി അയാള് ഒരു അധ്യാപകനാവും. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാവും. ഇതിനപ്പുറത്ത് തൊഴിൽ സാധ്യതയില്ല. പക്ഷെ നന്നായിട്ട് പഠിച്ചു, നന്നായി ആഴത്തിൽ അദ്ദേഹം അത് പഠിച്ചു. അപ്പോ നമുക്ക് ഈ ചിന്ത അല്പം കഴിഞ്ഞ് വേണ്ടി വരും ഒരു വിശകലനം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി കിടക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? മുഷിയുന്നുണ്ടോ? ഇല്ല. ഇതൽപ്പോൾ ഒരു ഹിസ്റ്ററി പോലെ പറയുന്ന ചില കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് സ്പിരിച്വൽ ചിന്തകളിലേക്ക് പതുക്കെ വരാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ സമഗ്രമായ ഒരു പശ്ചാത്തലത്തിലൂടെ പോകണമല്ലോ. അപ്പോൾ ഒരാളെ പറ്റി പറയുമ്പോൾ ഒരല്പം കാര്യങ്ങൾ, നമ്മൾ പൗലോസിനെ പറ്റി സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് വേറെ ചില കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ പിടികിട്ടി. ആള് അതിയായി തന്നെ നോളജുള്ള ആളാണ്. നമ്മൾ അദ്ദേഹത്തിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന് വലിയ തെളിവില്ല. അതിനർത്ഥം പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലെന്നല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമില്ല. ഡബിൾ MA ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. അത് ലിറ്ററലി അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ പഠനമൊന്നും അങ്ങനെയൊന്നുമല്ല. മറിച്ച് എബ്രായ, ലത്തീൻ, ഗ്രീക്ക് സാഹിത്യങ്ങൾ ഇവ നന്നായി പഠിച്ച, റോമൻ സാഹിത്യത്തിലൊക്കെ നല്ല കഴിവാണ്. അന്നത്തെ വലിയ കവിയാണ് വെർജിൽ. അപ്പോ വെർജിലിനെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് പൗലോസ്. അതാ രസം. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ള അറിവുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ അത് സമകാലിക സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉള്ള അറിവ്. അതിലാണ് നമ്മുടെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കവി ശ്രേഷ്ഠന്മാര് ചിലര് ഇങ്ങനെ പാടിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആ ജ്ഞാനം കണ്ടില്ലേ? അത്രയും അറിവ്. ഇപ്പൊ കവിതകളെ കുറിച്ചുള്ള അറിവ്. അപ്പൊ ഈ കവിതകൾ വായിക്കുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ക്ലാസ് പീപ്പിൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഈ കവിത. അങ്ങനെയാണ്. ഞാൻ ഈ കവിയരങ്ങിൽ പങ്കെടുക്കും. അതെനിക്ക് വലിയ ഇഷ്ടമായിട്ട് പങ്കെടുക്കും. ഇനി നിങ്ങളോട് ഒരു രഹസ്യം പറയും, ഈ കഥകളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥകളി. അപ്പോ ഈ കഥകളി, ഇയ്യോബിന്റെ പുസ്തകം കഥകളി വരുമ്പോൾ അത് ഒരിക്കൽ കണ്ടു. അച്ഛന്മാരൊക്കെ നടത്തുന്ന പരിപാടിയാണ്. ദൂരദർശനം അതിങ്ങനെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറെ നേരം കണ്ടിരുന്നാൽ പിന്നെ കണ്ണെടുക്കൂല. കാരണം അതുപോലെ അതിന്റെ പരിപാടി അങ്ങനെയാണ്. 10-12 കൊല്ലം വേണം ഒരാളൊരു കഥകളി ആർട്ടിസ്റ്റായിട്ട് പുറത്തു വരാൻ. കണ്ണൊക്കെ ചലിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാനൊക്കെ നമ്മുടെ വീട്ടിൽ പണ്ട് ഈ എന്റെ മൂത്ത കൊച്ച് ചെറിയൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ TV-യിൽ വേറെ പ്രോഗ്രാം കാണും. അപ്പൊ ഞാൻ ഈ കഥകളി വന്നാൽ കാണും. അപ്പൊ ഇവർക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. അത് കാരണം അവസാനം ഇവള് നോക്കുമ്പോൾ ഇതിനകത്തൊന്നും പറയുന്നില്ല. കാരണം ഇങ്ങനെ കൈ വെക്കുന്നു, കണ്ണിട്ട് കറക്കുന്നു. യോബ് ഭാര്യയും പിള്ളേരെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ കൈവച്ച് കരയുന്നു. ഇത് ഇയാളൊന്നും പറയുന്നില്ല. ചെണ്ടയടി മാത്രം അപ്പുറത്ത് കേൾക്കാം. അപ്പോ ഇതിങ്ങനെ കണ്ടിരുന്നപ്പോ ഇതിങ്ങനെല്ലാം ഇങ്ങനെ ആക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോ ഇവള് കത്തി എന്ന് വെച്ച് പറഞ്ഞു, അപ്പൊ പൊട്ടംകളി കാണുകയെന്ന് പറഞ്ഞു. ഈ കഥകളി എന്ന് പറയാൻ അറിയത്തില്ല. കാരണം ഈ പൊട്ടന്മാരുടെ ഏതാണ്ട് പരിപാടിയാണ് പൊട്ടംകളി. അവിടെ എന്താ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്ന് പൊട്ടംകളി കാണുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കുന്നു. അപ്പൊ ഇതിനറിയാവോ 10-12 കൊല്ലം വേണം. അപ്പോ ഇത് കണ്ടിരിക്കണമെങ്കിൽ കഥ അറിയാതെ ആട്ടം കാണരുതെന്ന്. അഡ്വാൻസ്ഡ് ആയിട്ട് കഥ അറിഞ്ഞിട്ട് വേണം ഇത് കാണാൻ. കഥ അറിയാതെ ആട്ടം കാണരുത്. അങ്ങനെയാ. അങ്ങനെ പറയുന്നതിന്റെ കാരണം അതാ. അപ്പോൾ അതുപോലെ കവിത എന്ന് പറയുന്നത് ഒരു ഉയർന്ന തലത്തിൽ വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ ആളുകൾ എപ്പോഴും ഈ കവിത എന്ന് പറയുന്നത് പദ്യമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പദ്യം അതിവിടെ വലിയൊരു തർക്കം തന്നെ നടന്നു. സൈമൺ സാറ് കവിയായിരുന്നോ അതോ പദ്യം എഴുത്തുകാരനായിരുന്നു എന്നതിനെ പറ്റി. രണ്ടും രണ്ട് കാര്യമാണ്. അപ്പൊ രണ്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട്, രണ്ടും ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഇവര് പദ്യം എഴുത്തുകാരാണ്. ഈ വള്ളത്തോളും കുമാരനാശാനും ഒക്കെ പദ്യം എഴുതുകായിരുന്നു. കവിത എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പോ ഓർത്തുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇത് പോയിയോൺ എന്ന ഒരു ലാറ്റിൻ ശബ്ദത്തിൽ നിന്നാണ് കവിത എന്ന പദം ഉണ്ടാകുന്നത്. അപ്പൊ ഈ കവിതയ്ക്ക് ശരിക്കും ഒരു അന്തരാത്മാവിന്റെ ഫീലിങ്ങുകളാണ് കവിതയായിട്ട് പുറത്തു വരുന്നത്. അതായത് ആ കവിക്ക് മുമ്പിൽ പ്രത്യേകിച്ച് ആശയങ്ങളൊന്നുമില്ല, ആ ഒരു സംഭവം ഇല്ല. പദ്യം എഴുത്തുകാരന്റെ മുമ്പിലുണ്ട് കാര്യങ്ങൾ. പദ്യം എഴുത്തുകാരൻ ഒരു ചരിത്രത്തെ പദ്യമാക്കി എഴുതുകയാണ്. ഇപ്പൊ ഫറവോ ചെങ്കടലിൽ മുങ്ങി എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു പാട്ട് എഴുതുമ്പോൾ ഈ ആൾ പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവിടെ ഉണ്ട് ഓൾറെഡി പ്രമേയം. മനസ്സിലായല്ലോ? ആ ഹിസ്റ്ററി അയാളുടെ മുമ്പിൽ കിടക്കാണ്. അദ്ദേഹം അത് ചിട്ടയനുസരിച്ച് മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആക്കി ഒരു പാട്ടാക്കി മാറ്റുന്നു. അതാണ് നമ്മുടെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. നടന്ന സംഭവങ്ങളാണ് പാടുന്നത്. എന്നാൽ ഇല്ലാത്തൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയാണ് കവി ചെയ്യുന്നത്. ഇല്ലാത്തത് ഉണ്ടാക്കും. ഇപ്പോ പൊന്മണി മാല അവൻ എനിക്ക് തരും, ശുഭ്രവസ്ത്രം നാഥൻ എന്നെ ധരിപ്പിക്കും. ഇങ്ങനെ ബൈബിളിലില്ല. പക്ഷെങ്കിൽ കവിക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇത് കവിതയാണ്. ആ പറഞ്ഞവ കവിതയാണ്. അപ്പോൾ
ഇന്നലെ സമാപനത്തിൽ 10,000 പേരുകളിൽ നിന്നുള്ളൊരു പാട്ടാണ് അന്ന് നമ്മൾ കേട്ടത്. അതൊരു കവിതയും പദ്യവും കൂടെ ഇടകലരുന്നുണ്ട്. അപ്പോൾ അതില് ഈ എഴുത്തുകാരന്റെ ഒരു സ്വാധീനം പ്രകടമാണ്. സൈമൺ സാറിൽ ചില കവിതകളുണ്ട്. അതിലൊന്ന്, ഞാനൊരു സൈമൺ സാർ അനുഗാമി അല്ല, അതുകൂടെ പറഞ്ഞേക്കാം. എന്നാല് ചില നല്ല കവിതകളുണ്ട്, നല്ല കവിതകൾ. അതില് ഉള്ളൊരു സംഗതിയാണ്, അദ്ദേഹം ഒരു പരസ്യയോഗം നടത്തുന്ന ഘട്ടത്തിൽ പരസ്യയോഗം നടത്തുന്ന ആളുകള് അല്ല ഈ സുവിശേഷ വിരോധികൾ വന്നിട്ട് അദ്ദേഹത്തെ ഓടിച്ചു വിടുകയാണ്. അപ്പോഴാണ് ഇവൻ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ ഇവൻ ഇത് കേട്ടാൽ താല്പര്യം വരാത്തത് ഇതിന്റെ മൂല്യം അറിയില്ല എന്ന അർത്ഥത്തില്, കണ്ണ് പൊടിഞ്ഞവന് കണ്ണാടി എന്തിനാത്മ കണ്ണേ നിനക്ക് സാധ്യമോ, അതായത് കണ്ണില്ലാത്തവന് കണ്ണാടിയുടെ ആവശ്യമില്ലെന്ന് മുഖം നോക്കാൻ എന്നതുപോലെ, അതുകൊണ്ട് ഇത് നിർത്തിപ്പോവാണെന്ന് പാടുന്ന ഒരു നല്ല പാട്ടുണ്ട്. യുസ്തു ജോസഫ് അതുപോലെ യേശു വരാതിരുന്നപ്പോൾ കാന്താ താമസം എന്താവോ എന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്. ഇതിലൊക്കെ കവിയുടെ ഇന്നർ ഫീലിങ്സ് പ്രകടമാണ്. ബാക്കി വല്ലതും ഒക്കെ ചിലത് നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ വിയോജിപ്പുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് 2 വർഷം നടന്നു അതിന്റെ വലിയ ചർച്ചകൾ സൈബർ ലോകത്ത്. അതിലൊന്നാണ് 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം ഊഹിക്കാവതോ കാണും ഗഗനതലം അതു മനുജഗണനയും അതിശയിച്ചുയരും വിധവും തവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവിതോ. ഇത് കേട്ടിട്ടുണ്ട് നമ്മള്. അതിനകത്ത് ഹാ മണവറയ്ക്കകത്ത് നീ അണയും സമയത്ത് ശ്രീ മഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ സ്വർഗ കാമിനീ ഗണം അമിത കുതുകമോട് ആദരാൽ അരികെ വരും തവ കൈകളിൽ കാന്തൻ പിടിക്കും മോദവാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സ്വർഗത്തിൽ എവിടാണാവോ ഈ കാമിനീ ഗണം? കാമിനി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ സ്വർഗത്തിൽ അങ്ങനെ കാമിനികളില്ല. അത് പിന്നെ ദൂതനാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ദൂതന് കാമിനി എന്ന് പറഞ്ഞാൽ കാമിനി സ്ത്രീയാണ്. അപ്പൊ കാമിനി ഗണങ്ങള്, ഇത് മുസ്ലിം സ്വർഗത്തിലൊക്കെയാണ് കാമിനികളുള്ളത്, ക്രിസ്തീയ സ്വർഗത്തിൽ അങ്ങനെ കാമിനി ഇല്ല എന്നുള്ളൊരു വാദമാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. പോട്ടെ. അപ്പോ പക്ഷേ ഈ കവിതകൾ ഭയങ്കര ഡെപ്തുള്ളൊരു സംഗതി കേട്ടോ. പദ്യം എഴുതുന്ന നിസാരമല്ല, അപാരമായ ജ്ഞാനം വേണം. സൈമൺ സാർ ഒരു ജ്ഞാനി തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവും പാണ്ഡിത്യമൊക്കെ വലുതാണ്. അദ്ദേഹത്തിന്റെ മതേതര അറിവാണ് ഞാൻ പറയുന്നത്. ബിബ്ലിക്കൽ അറിവിലും ബൈബിൾ സംബന്ധമായ അറിവിലും ഒക്കെ അദ്ദേഹം ഇന്ന് പുകഴ്ത്തുന്ന ഒരു രീതിയിലൊക്കെ ആയിരുന്നു എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ നിരീക്ഷണം നടത്തിയ കാര്യങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു ഒക്കെ പഠിക്കേണ്ടതാണ്. ഞാൻ ഒത്തിരി പറഞ്ഞാൽ നിങ്ങൾ സൈമൺ സാറിന്റെ ഫാൻസ് ഇതിനകത്തുണ്ടാവും. അതുകൊണ്ട് അതൊരു പ്രയാസമാകും. ഇപ്പോ കലങ്ങൾക്കാകെ അരികിൽ നീ ആകുലയായി കിടന്നാലും എന്ന് പറയുമല്ലോ, കലത്തിൽ ഇതറിയല്ലേ ചെളിയൊക്കെ പറ്റുന്ന രംഗം. ഇതേ ചിന്തയല്ലേ കടലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പക്ഷെ മനുഷ്യഹൃദയത്തെ സ്വാധീനിക്കുന്നത് രണ്ടാമത് പറയുക ആ പാട്ട് തന്നെയാണ്. ഒന്ന് വിജ്ഞാനത്തിന്റെ വഴി പോയപ്പോൾ, ഒന്ന് ബുദ്ധിയുടെ മണ്ഡലം വഴി പോയപ്പോൾ, ഒന്ന് ആത്മമണ്ഡലം വഴി പോയി ഹൃദയത്തോട് സംവാദിച്ചു. രണ്ടാമത് പാടി പാട്ട്. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ, വേറൊന്നുമല്ല. അത് മോശമൊന്നുമല്ല, നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം. നമ്മളൊന്നും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ ഇടയിലെ ടോപ്പായുള്ള ആള് സാക്ഷാൽ യുസ്തൂസ് ജോസഫ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം. യുസ്തൂസ് ജോസഫ് ആയിരുന്നു ഏറ്റവും മികച്ച എഴുത്തുകൾ, നമുക്ക് സ്റ്റാൻഡേർഡ് കവിതകൾ തന്നത്. അപ്പോ ഈ കവിത നന്നായിട്ട് ആസ്വദിക്കുന്ന ആളായിരുന്നു നമ്മുടെ ആദരണീയനായിട്ടുള്ള പൗലോസ് ലീഗ. അദ്ദേഹത്തിന് കവിതകളെ കുറിച്ച് ഒക്കെ ഉദ്ധരിച്ച് സംസാരിക്കുന്ന ഭാഗം ബൈബിളിലുണ്ട്. അഥേനയിലെ പ്രസംഗമാണ് അതിൽ ഇതായിട്ടുള്ളത്. പൗലോസ് എന്ന മനുഷ്യനെ പറ്റി 2 ദിവസം പറയണം. നാളത്തെ ക്ലാസ് കൂടി നമുക്ക് അത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അത് കുറെ കൂടി വിശദീകരിക്കാനായിട്ട് പറ്റും. ഒട്ടേറെ ഉണ്ട് സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ പഠിച്ചൊരു മനുഷ്യൻ, എബ്രായ സാഹിത്യം, ഗ്രീക്ക് സാഹിത്യം, ലത്തീൻ സാഹിത്യം, ഇവയിലെല്ലാം അഗാധ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഇനി പൗലോസിന്റെ പ്രഭാഷണ ചാതുര്യം എന്താണ്, എഴുത്തിന്റെ ചാതുര്യം എന്താണ്? ആ പ്രഭാഷണം നമ്മൾ കണ്ടതാണ്. അഥേനയിലെ പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തോന്നിയത്. നാളെ പറയാം. എങ്കിലും അദ്ദേഹം അഥേനയിൽ, ഏതൻസ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ സ്ഥലമാണ് അഥേന. അപ്പോ അഥേനയിലെ പ്രത്യേകത അറിയാം. ഈ ഏതൻസ് എന്ന് പറയുന്നത് ഒളിമ്പിക്സിന്റെ ഒക്കെ സ്ഥലമാണ്. BC 737 അതെ, 737 ഒളിമ്പിക്സിന്റെ ആരംഭം തോന്നുന്നു. ക്രിസ്തുവിന് ഏതാണ്ട് 7 നൂറ്റാണ്ട് മുമ്പ്, 8 നൂറ്റാണ്ട് മുമ്പ് ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്നെല്ലാം അദ്ദേഹം എടുക്കുന്ന മെറ്റാവേഴ്സ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മെറ്റാവേഴ്സ് തന്നെ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നവയാണ്. അതിലൊന്നാണ് ഓട്ടക്കളത്തെ കുറിച്ച് പറയുന്ന കാര്യം. അപ്പോൾ ഓട്ടക്കളം എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രീസിലെ ഒരു ഓട്ടക്കളത്തിന്റെ വലിപ്പം എന്നത് ഏതാണ്ട് ഒരു സ്റ്റാദി എന്നാണ് ഒരു ഓട്ടക്കളത്തെ വിശേഷിപ്പിക്കുക. ഒരു സ്റ്റാദി ഈസ് അതൊരു കണക്കാണ്, ഗ്രീക്ക് കണക്കാണ്. അപ്പൊ ഒരു സ്റ്റാദി എന്ന് പറയുന്നത് ഏതാണ്ട് 3/4 കിലോമീറ്റർ അടുത്ത് വരുന്ന ഒരു കണക്കാണ്. ഒരു ഓട്ടക്കാരൻ ഓടി തീർക്കേണ്ട സ്ഥലം ഇത്രയും സ്ഥലമാണ് ഒരു സ്റ്റാദി. അതിൽ നിന്ന് സ്റ്റേഡിയം എന്ന പദം ഉണ്ടാകുന്നത്, സ്റ്റേഡിയം. അപ്പൊ നമ്മുടെ വെളിപ്പാട് ഉസൂൽ പറയില്ലേ,
മനുഷ്യന്റെ അളവിനാൽ എന്ന് വെച്ചാൽ ദൂതന്റെ അളവിനാൽ 144 മുഴം എന്ന് കാണുന്നുണ്ട്. ഈ 144 മുഴം 1500 മുഴം, 140 അല്ല, 1500 മുഴം. 1500 മുഴം എന്ന് പറഞ്ഞാൽ 1500 സ്റ്റാദി എന്നൊരു പദമാണ്. അപ്പൊ ഈ സ്റ്റാദി എന്നറിയപ്പെടുന്ന ഓട്ടക്കളത്തില് ഒരാൾ ഓടി തീർക്കേണ്ട ദൂരമാണിതെങ്കിൽ ഇങ്ങനെ ഓടി ജയിക്കുന്ന, ഓട്ടക്കളത്തിൽ ഓടി ജയിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒലിവുമരത്തിന്റെ ചില്ല കൊണ്ട് മെടഞ്ഞ ഒരു മനോഹര കിരീടമാണ്. ഇതെടുത്ത് രാജാവ് ഈ ഓട്ടക്കാരന്റെ തലയിൽ വെക്കും. അവര് ഇതൊക്കെ അണിഞ്ഞൊരു 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് ഉണങ്ങി ഒരു പരുവാകും. അപ്പോ ഇത് വെച്ചിട്ട് വലിയ കാര്യമില്ലെന്നാ പൗലോസ് പറയുന്നത്. അപ്പോൾ നീ ഇത് ഇങ്ങനെ ഓടിപ്പോയി ഇതൊക്കെ പ്രാപിച്ചവരോട് പറയുകയാണ്, നീ ഓടുമ്പോൾ കിട്ടുന്നത് എന്താണ്? വാടുന്ന കിരീടം. ഞങ്ങൾക്ക് കിട്ടുന്നത് വാടാത്ത കിരീടം. അപ്പൊ ഈ പ്രമേയമൊക്കെ വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ചിന്ത ഏത് വഴി പോയി നിർത്തുക? വാടുന്ന കിരീടം, വാടാത്ത കിരീടമാണ് ഞങ്ങൾ പ്രാപിക്കുന്നത്. അപ്പൊ ഈ മെറ്റാവേഴ്സ് എടുത്ത് എവിടുന്നാണ്? ഒളിമ്പിക്സിൽ നിന്നാണ്. അപ്പൊ ഒളിമ്പിക്സ്, ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ, അദ്ദേഹം അതുപോലെ തന്നെ പറയാം ദൈവത്തിന്റെ കൃഷി. അപ്പൊ അഗ്രികൾച്ചർ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എഴുത്തുകളിൽ. അദ്ദേഹത്തിന്റെ ആ ഗൃഹനിർമ്മാണം എന്നൊരു പ്രയോഗമുണ്ട്. അദ്ദേഹത്തെ അപ്പോ ആർക്കിടെക്ചർ മേഖല അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എവിടുന്നെല്ലാം എടുത്തു? അത്ലറ്റിക്സിൽ നിന്ന് ഉദാഹരണം എടുത്തു, സ്പോർട്സ് മറ്റേ നിർമ്മാണ കലയിൽ നിന്ന് ഉദാഹരണം എടുത്തു, കൃഷിയിൽ നിന്ന് ഉദാഹരണം എടുത്തു, കുടുംബജീവിതത്തിൽ നിന്ന് ഒരു അടുത്ത ഉദാഹരണം. നമ്മൾ ദൈവത്തിന്റെ കാന്തയാണ്. കലാലയ ജീവിതത്തിൽ നിന്ന് എടുത്തു. നമ്മൾ ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. അപ്പോ എന്തെല്ലാം നിലയിൽ കിട്ടാവുന്ന മേഖലകളിൽ നിന്നെല്ലാം ഈ അറിവുകൾ സമാഹരിച്ച് സുവിശേഷത്തെ കരിപ്പിടിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ മനുഷ്യനെ ഇങ്ങനെ പക്വമാക്കിയെടുത്തതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വഹിച്ച പങ്ക് വലുതാണ്. പക്ഷെ അദ്ദേഹത്തെ സഹായിച്ച ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിലൊരു സംഭവം എന്ന് പറയുന്നത്, ഏറ്റവും ഓർത്തിരിക്കാൻ പാകത്തിന് ഈ കൊട്ടക്കുള്ളിൽ ആ മനുഷ്യനെ അടക്കിയാണ്. കൊട്ടക്കുള്ളിൽ അടച്ചിട്ട് മതിൽ വഴിയായിട്ട് താഴേക്ക് ഇറക്കി വിടുക. അങ്ങനെ ചെയ്യാൻ ഒരു 4 പേരിലേ പറ്റിയല്ല. അല്ലെ ആള് വീടിയല്ലേ, 4 പേര് നിന്ന് ഈ കയറും ഒക്കെ ശരിക്ക് പിടിച്ച് അല്പ എഫർട്ടാണ്. ആ മതിലിന്റെ അവിടുന്ന് താഴേക്ക് ഇറക്കി ആളിനെ രക്ഷിക്കുക എഫർട്ടാണ്. അപ്പൊ അതില് എടുക്കേണ്ടി വരുന്ന റിസ്ക് ഉണ്ട്. അപ്പൊ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് ഈ കയറി ഇങ്ങനെ വലിക്കണം. അത് ചരിഞ്ഞു പോകാൻ പാടില്ല, ആള് വീഴും. അപ്പൊ 4 പുരുഷന്മാര് വളരെ ത്യാഗം സഹിച്ചു വേണം താഴേക്ക് ഇറക്കാൻ. ശ്രദ്ധിക്കാനും പിടിക്കാനും ഒക്കെ ആള് വേണം. അപ്പൊ ഈ 4 പേര് ഇങ്ങനെ പിടിക്കാനില്ലായിരുന്നെങ്കിൽ പിൽക്കാലത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം എങ്ങനെ ആകുമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പിടിക്കാൻ 4 പേരില്ലായിരുന്നെങ്കിൽ. അപ്പൊ ഈ പിടിക്കുന്ന 4 പേർ അറിയുന്നില്ല ചരിത്രത്തെയാണ് ഞങ്ങൾ ഈ കയറിൽ ഇങ്ങനെ തൂക്കി പിടിക്കുന്നത്. ഈ കിടക്കുന്ന ആളാരാണെന്ന് ഇങ്ങനെ ചരിത്രത്തെ പിടിക്കുകയാണ്. അപ്പൊ ഒന്ന് ഓർത്തേ, ചരിത്രത്തെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ, ഹിസ്റ്റോറിക്കലി വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ആളുകൾ. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പണ്ട് EMSനെ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അകത്ത് ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ EMS ഒരു വലിയ ആഢ്യനായ മനുഷ്യനാണല്ലോ. അപ്പോ അദ്ദേഹത്തെ പിടിച്ച് കൊടുക്കണം, എങ്ങാണ്ട് ഒളിവിലാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു പാവപ്പെട്ടവന്റെ ചെറ്റക്കുടിലിൽ ഇങ്ങനെ പാത്ത് കഴിയുകയാണ്. അപ്പോഴാണ് ഈ അനൗൺസ്മെന്റ് പുറത്തൂടെ എല്ലാം ഉണ്ട്, ഈ വിളംബരം ജണ്ടയടിച്ച് നടത്തുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് EMS ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരി എന്നു പേരുള്ള ഒരു ചട്ടമ്പിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരുന്ന ആളുകൾക്ക് ബ്രിട്ടീഷ് സർക്കാരിന്റെ വക 50 കുതിരപ്പവൻ, അതാണ് സമ്മാനം. 50 കുതിരപ്പവൻ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുതിരപ്പവൻ അന്നത്തെ ഒരു നാണയം പറ്റാ. അപ്പൊ 50 കുതിരപ്പവന്റെ സ്വർണ്ണമാണ് ഈ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ജണ്ടയടിക്കുമ്പോൾ ഇയാളെ സൂക്ഷിക്കുന്ന ആളിന്റെ ഒരു പൊക്കൻ എന്നാണ്. പൊക്കൻ അത്തരൊരു പ്രാകൃതമായ പേരാണ്. അപ്പൊ ഇദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട്, ടൗണിലൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നുണ്ട് ഒറ്റി കൊടുക്കാൻ വേണ്ടി. അപ്പോ ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം കൊടുത്ത്, അന്ന് ഈ 50 കുതിരപ്പവൻ കിട്ടിയ ഇയാൾ വലിയ സമ്പന്നനായിട്ട് മാറും. ഭയങ്കര കാശ് കിട്ടുന്ന ഒരു ഏർപ്പാടാണ്. ഇത് കേൾക്കുകയാണ്, അത് കേട്ടിങ്ങനെ പോവാ. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് ചൂടാണെന്നും പറഞ്ഞ് മുറ്റത്തിറങ്ങി ചാക്ക് വിരിച്ച് കിടക്കും. എന്തിനാ? ഇദ്ദേഹത്തെ രക്ഷിക്കാൻ. ഭാര്യ ഇദ്ദേഹത്തോടെ ചൂടാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ തുണി കൊണ്ടെല്ലാം മറച്ച് ഇദ്ദേഹത്തെ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്, ഇത് മാറ്റിയിട്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റിയില്ല. കാലമൊക്കെ ഏറെ കഴിഞ്ഞിട്ട് ഇന്ത്യ സ്വതന്ത്രമാകുന്നു. അപ്പോ ഇതെങ്ങനെയോ അറിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് ചോദിക്കുക, എന്ത് നിങ്ങൾ ഇദ്ദേഹത്തെ സൂക്ഷിച്ചപ്പോ? അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു മാണിക്യമുത്തിനെയാണ് അകത്ത് സൂക്ഷിച്ചത്. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരു സ്വർണം അകത്ത് സൂക്ഷിച്ച പോലെ വ്യഗ്രത വരുമ്പോ മാണിക്യമുത്ത് സൂക്ഷിക്കുന്നവന് സ്വർണത്തെ പറ്റി കേട്ടാൽ അങ്ങനെ തോന്നത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റി കൊടുക്കാതിരുന്നത് എന്ന് പറഞ്ഞ പോലെ ആ EMS പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം അറിയില്ല. ആരെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. നമ്മുടെ വീട്ടിൽ വന്ന ആളെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പൊ ഇതേപോലെ ഈ സാധു സുന്ദർ സിംഗ് എന്ന ദൈവദാസനെ അറിയാലോ. അപ്പോൾ അദ്ദേഹത്തെ ഒരു വീട് കൈക്കൊണ്ടു. ആ വീട്ടിൽ അദ്ദേഹം ലേറ്റായിട്ടാണ് വരുന്നത്. സുവിശേഷമൊക്കെ അറിയിച്ചിട്ട് ലേറ്റായിട്ട് വരും. പ്രഭാതത്തിൽ ഉണർന്നങ്ങ് പോകും. അപ്പോഴേക്ക് ഈ വീട്ടിലെ കുഞ്ഞ്, ഇദ്ദേഹം യാത്ര തിരിക്കുമ്പോൾ ഈ കുഞ്ഞ് ഉറക്കമായിരിക്കും. അദ്ദേഹം വരുമ്പോൾ ഈ കുഞ്ഞ് അന്നേരം ഉറക്കമായിരിക്കും. പക്ഷെ എപ്പോഴൊക്കെയോ കണ്ടു. ഇതിനൊന്ന് വർത്തമാനം പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ
ഈ പ്രാർത്ഥനയൊക്കെ അത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം സാധു സുന്ദർ സിംഗിൽ പോയിട്ട് അവരോട് വിട പറഞ്ഞങ്ങ് പോയി. ഇവരെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം വന്ന് ഈ കുഞ്ഞുവിടെല്ലാം അലഞ്ഞിട്ട് ചോദിച്ചു, മമ്മി, നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ജീസസ് എവിടെ? എനിക്ക് കാണണം. പൊട്ടിക്കരഞ്ഞോണ്ടാ പറയുന്നത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ജീസസ് എവിടെയാണ്? ആ ജീസസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോ ഒരു കുട്ടിക്ക് ഇതിന് ജീസസ് എന്ന് തോന്നാനുള്ള ഒരു ചിന്തയില്ലേ? ഇപ്പൊ നമ്മളൊക്കെ താമസിക്കുന്നെങ്കിൽ, നിങ്ങളെയല്ല കേട്ടോ, ഞാനൊക്കെ താമസിക്കുന്നെങ്കിൽ ഈ കൊച്ചു ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു യൂദാസ് ഉണ്ടായിരുന്നു, അയാൾ എന്ത് എന്ന് ചോദിക്കേണ്ടി വന്നേനെ. അപ്പോ ഇങ്ങനെ പറയേണ്ടി വന്നേനെ. അപ്പോ ജീസസ് എവിടെ, ജീസസ് എവിടെ എന്ന് ആ കുട്ടി ചോദിച്ച് കരഞ്ഞു എന്നാണ്. അപ്പൊ നമ്മൾ ഈ സംരക്ഷിക്കുന്ന ഒരാളിന്റെ, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളിന്റെ ആ മൂല്യം എത്രയെന്ന് പിന്നീടായിരിക്കും മനസ്സിലാകുന്നത്, നമ്മൾ കൈക്കൊള്ളുന്ന ഒരാളിന്റെ. അപ്പോ സെയിന്റ് പോളിനെ ഇങ്ങനെ ജീവിതത്തിൽ കൈക്കൊണ്ടുള്ള ആ 4 പേരെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. അവർ ചെയ്തതൊരു വലിയ പ്രവൃത്തിയാണ്. ഈ പോൾ അതുപോലെ തന്നെ പറയുന്ന അദ്ദേഹത്തിന് ഒരു ശ്രേഷ്ഠത പറയാം, നമുക്ക് ആർക്കും ഇല്ലാത്തൊരു ശ്രേഷ്ഠത. നമ്മൾ ഈ മനുഷ്യരെ ഓർത്തിരിക്കാൻ പാടാ. എനിക്ക് വലിയ പാടാണ് ആൾക്കാരെ ഓർത്തിരിക്കുക. കടലിന്റെയൊക്കെ ചില പ്രശ്നമുണ്ട്, എന്നാൽ പൗലൂസിനുണ്ട് ഇതുപോലൊക്കെ പ്രശ്നങ്ങൾ. അദ്ദേഹം പക്ഷെ ഈ ചായ കൊടുത്തവരെ, സൂക്ഷിച്ചവരെ, ഷർട്ട് ഇസ്തിരി ഇട്ടവരെ ഒക്കെ ഓർത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിശാലമായി എഴുതുന്ന റോമാലേഖനത്തിലും കൊരിന്ത് ലേഖനത്തിലും തിമോഥെയോസിലും ഒക്കെ എഴുതുമ്പോൾ താഴെ ഇങ്ങനെയുള്ള കുറെ പേരുടെ സഹോദരിമാരുടെ പേര് പരാമർശിക്കുകയാണ്. എന്താ പറയുന്നത്? ഹൃദയത്തെ തണുപ്പിച്ച ഫിലമോന്, അതുപോലെ അവന്റെ വലിയമ്മച്ചി തിമോഥെയോസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ലോയീസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവകൃപ, പിന്നെ കർത്താവിൽ പ്രസിദ്ധനായ രൂപോസ് അവന്റെ അമ്മ. അപ്പോ ഒരു ചായ ആയിരിക്കും അദ്ദേഹത്തിന് കൊടുത്തേ, അല്ലെങ്കിൽ ഒരു വസ്ത്രം കഴുകി കൊടുത്തായിരിക്കാം. അപ്പൊ ഈ സ്ത്രീ അറിയുന്നില്ല ഈ ചായ കുടിക്കുന്ന ആള് ആരാണെന്ന് അറിയുന്നില്ല. ഈ താൻ കൊടുത്ത പ്രവൃത്തി പുസ്തകത്തിൽ കയറി പറ്റുമെന്നും അറിയുന്നില്ല. നമ്മളൊക്കെ ഇന്ന് വായിക്കുന്ന പുസ്തകത്തിൽ കയറി പറ്റത്തക്ക വിധമുള്ള ഒരു പ്രവൃത്തിയാ ഈ ചായ തിളപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത്. അന്നൊക്കെ ഇതൊക്കെ ഒരു വെള്ളം കൊടുക്കണേയുള്ള പാട് ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് തീ ഊതി ഈ പുക പടരുന്ന ഘട്ടത്തിൽ അത് സഹിച്ചു നിൽക്കുന്ന ഈ സ്ത്രീ കൊടുക്കുന്ന ഈ ചായ ബൈബിളിൽ കയറി പറ്റുന്നു അവൾ അറിയുന്നില്ലെന്ന്. അപ്പൊ നമ്മുടെ ചില പ്രവൃത്തികൾ ദൈവം കണക്കിടുമ്പോൾ അതിന്റെ വാല്യൂ ഓർത്ത്, ചെറിയ പ്രവൃത്തി പോലും എവിടെ വരെ ചെല്ലുമെന്ന് ഓർത്ത്, ചരിത്രത്തെ ചലിപ്പിക്കുന്ന ചില പ്രവൃത്തികൾ. ഈ പിടിച്ചിരിക്കുന്ന കയറാണ് 13 ലേഖനങ്ങൾ, നമുക്ക് 14 ലേഖനങ്ങൾ പുതുനിയമത്തിൽ എഴുതിക്കൊണ്ട് ക്രൈസ്തവ സഭയെ ഇത്ര എൻട്രി ചെയ്ത ഒരു വലിയ മനുഷ്യന്റെ, ഇത്തരം പ്രോത്സാഹിപ്പിച്ചൊരു വലിയ മനുഷ്യന്റെ, വലിയൊരു ദാർശനികന്റെ, വലിയൊരു തത്വചിന്തകന്റെ, വലിയൊരു പ്രഭാഷണ പാഠവുമുള്ള മനുഷ്യന്റെ, അങ്ങനെ വ്യത്യസ്ത കലകളെല്ലാം കൂടെ ഒരുമിച്ച് സമന്വയിക്കുന്ന അപാര പ്രതിഭയായിരുന്നു പൗലോസ്ലീഹ. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ തലയില്ല, ഈ പുള്ളി ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് വിശ്വാസമില്ല. നിങ്ങൾ എങ്ങനെയാ അതിനെ കാണുന്നറിയില്ല. ഇദ്ദേഹം നമ്മളോട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ല സൂപ്പർ പ്രസംഗം, അപാരമായ ചിന്തയെല്ലാം പറഞ്ഞിട്ട് പറയാ ഞാൻ വാഗ്വൈഭവം ഉള്ളവനല്ലെന്ന്. ഞാനത് കരുതുന്നേ ഇല്ല. എനിക്കത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ വയ്യ. അതെ, ഇതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് പൗലൂസിനെ കണ്ടാ ചോദിക്കണം, നിങ്ങളത് എന്തോ ഓർത്താനാ പറയുന്നത്, നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കണം. വാഗ്വൈഭവം ഉള്ളവനല്ല പൗലൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിക്കകത്തേക്ക് പ്രസംഗം. കോടതിക്കകത്ത് നിന്ന് പ്രസംഗിച്ച് കഴിയുമ്പോഴേക്ക് കോടതി പറയാ നീ എന്നെ ക്രിസ്ത്യാനിയാകുവാൻ സമ്മതിപ്പിക്കുന്നു. അപ്പോ ഇനി ഒരു കുഴപ്പമുണ്ടായിരുന്നു ഈ പൗലൂസിന്, അവിടെ പറഞ്ഞേക്കാം. ആ കുഴപ്പം വേറൊന്നുമല്ല, ഇങ്ങേർക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയത്തില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. ഫുൾ സ്റ്റോപ്പ് എവിടെ കൊണ്ടുവരണമെന്നറിയ. യേശുവിനെ കുറിച്ചൊക്കെ ഒരു വാക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് ചെന്നിട്ടാണ് ഒരു കുത്തിടുന്നത്. ആ ദൈവകൃപയെ പറ്റി പറയുമ്പോൾ അവന്റെ കൃപയുടെ അത്യന്തം എന്നൊക്കെ പറഞ്ഞ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് എളുപ്പമായിരുന്നു. പക്ഷെ പുള്ളിയുടെ ആ ജ്ഞാനത്തിന്റെ ബാഹുല്യം കൊണ്ട് ഒരു 4-5 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴേക്കാണ് ഒരു കുത്തിടുന്നത്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഭയങ്കര പാടാണ്. യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ ആവേശത്തിന്റെ തിരത്തള്ളലിൽ എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നറിയാതെ എഴുതി അങ്ങോട്ട് പോകുന്ന ആ കലാവൈഭവം അതെല്ലാം ദൈവം പ്രയോജനപ്പെടുത്തി. ഇത് ഞാൻ തന്നെയല്ല, നമ്മുടെ പത്രോസ് ഈ പൗലൂസിനെ വരുന്ന ട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട പൗലൂസ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, അമ്പമ്പോ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് പാടാ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവണ്ണം നമ്മുടെ പ്രിയ സഹോദരനായ പൗലൂസ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ന്യായവിധിക്ക് വേണ്ടി ഈ മനുഷ്യർ കൂട്ടിക്കളയാണ്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ അല്പം പാടുണ്ടെന്ന് പറയുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, കാരണം അത് ആവിഷ്കരിക്കുന്ന ഒരു രീതിയുടെ ഗൗരവം അങ്ങനെയാണ്, ചിന്തയുടെ ഗാംഭീര്യതയാണ്. അതിനല്ല തിരുവെഴുത്ത് എല്ലാ തരത്തിലും പെട്ട ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ദൈവപരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചെഴുതിച്ചത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞത് ഈ മനുഷ്യനെ പറ്റി അത്യാവശ്യം ഓർത്തിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത പശ്ചാത്തലം. അപ്പോൾ നമുക്കിനി അതിന് ചില സ്പിരിച്വൽ ചിന്തകളിലേക്ക് വന്ന് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. സമയോചിതമായി അവസാനിപ്പിക്കാം. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ
ബാല്യകാലം ഒക്കെ നമുക്കറിയാലോ. അതേ അഭിമാന പുരസരം പറയുന്നത് ഞാൻ ഗമാലിയേലിൽ നിന്ന് പഠിച്ചു എന്നാണ്. ഈ ഗമാലിയേൽ ഒരു മാന്യനായ മനുഷ്യനായിട്ട്, സകല മനുഷ്യരാലും ആദരിക്കപ്പെടുന്ന മാന്യനായ ഒരു മനുഷ്യനായിട്ട് തിരുവെടുത്ത് കാണുകയാണ്. അപ്പോ എന്തായിരുന്നു ഗമാലിയേൽ എന്നെ പക്വത എന്ന് ചോദിച്ചാല്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗമാലിയേൽ എടുക്കുന്ന ഒരു സ്റ്റാൻഡാണ്. അതുമല്ലേ പറഞ്ഞത്, ദൈവികമാണെങ്കിൽ അത് നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റിയല്ല, അത് മാനുഷികമാണെങ്കിൽ അങ്ങ് തകർന്നു പോകും. നമ്മളെ അത് എത്ര വലുതായിട്ടാണ് ചിന്തിപ്പിച്ചേ അല്ലേ? നിങ്ങൾ അത് കയറി വെറുതെ അലമ്പരുത്. ദൈവികമാണെങ്കിൽ അത് നിലനിൽക്കും, അതിനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മാനുഷികമാണെങ്കിൽ അത് തകർന്നും പോക്കോളൂ, നിങ്ങൾ പ്രത്യേകിച്ച് തകർക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ എത്ര പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നു പോയി, മാനുഷികമായിട്ട് വന്നിട്ടുള്ള പലതും തകർന്നു പോയത് നമ്മൾ കണ്ടാണ്. പക്ഷെ ദൈവികമായതാണെങ്കിൽ നിങ്ങൾക്ക് തകർക്കാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന ഗമാലിയേലിന്റെ വാക്കുകൾ വലുതായി. ഗമാലിയേലിനെ 10 പേരുടെ മുമ്പിലൊക്കെ സംസാരിക്കുമ്പോൾ വലിയ ആധികാരികത കിട്ടുന്ന പണ്ഡിതനായിരുന്നു. ഗമാലിയേൽ ഈസ് ദ ഡോക്ടർ ഓഫ് ലോസ്. നിയമത്തിലെ അഗാധ വൈഗദ്ധ്യമുള്ള ആളായിട്ടാണ് ഗമാലിയേലിനെ ചരിത്രം പരിഗണിക്കുന്നത്. അപ്പൊ ഗമാലിയേലിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നത് വലിയ അഭിമാന പുരസരമാണ് ആളുകൾ പറയുന്നത്. ഗമാലിയേലാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. അപ്പോ ഗമാലിയനെ പറ്റി ജോസീഫസും ഒക്കെ ഒത്തിരി എഴുതുന്നുണ്ട്. വലിയൊരു സ്കോളർ, അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഉള്ളൊരു പദവി എന്ന് പറഞ്ഞാല്, ഒരാള് ന്യായപ്രമാണം 8-10 വർഷം പഠിക്കും. പഠിച്ചു കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തെ ന്യായപ്രമാണ പുത്രൻ എന്നൊരു ബിരുദമാണ് കിട്ടുന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കാര്യം പറഞ്ഞു, നമ്മുടെ +2 പോലെയുള്ളൊരു പഠനമാണ് ആദ്യം നടത്തുന്നത്. ഒരു കുട്ടി 3-3.5 വയസ്സിൽ പഠിക്കാനിരുന്നിട്ട് അയാൾ 10 വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു 12 വയസ്സിനൊക്കെ ഉള്ളിൽ ചിലരങ്ങ് നിർത്തും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നടന്ന പോലെ തന്നെ. +2 വരെ ഒന്നും പണ്ട് പോയിട്ടില്ലല്ലോ ആളുകൾ, വലിയ പാടാണ്. അപ്പോൾ +2 ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പഴയ പ്രീ ഡിഗ്രി, PUC, പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ്. അപ്പോൾ ഇവിടെ വരെയൊക്കെ ചെല്ലുന്നത് തന്നെ അന്ന് വലിയൊരു കാര്യമാണ്. ഇന്നിപ്പോൾ അതൊരു സാധാരണ കാര്യം മാത്രം. അപ്പോൾ ഇതുവരെ നാട്ടിൽ പഠിച്ചിട്ട് നിർത്തി തൊഴിൽ തിരഞ്ഞെടുത്ത് അവരങ്ങ് പോവാണ് യഹൂദന്മാര്. അപ്പോൾ ചിലർ പിന്നെയും പഠിക്കും. അപ്പൊ ഈ 10 വരെയൊക്കെയുള്ള പഠനം ഉണ്ടല്ലോ, ആ മെട്രിക്കുലേഷൻ വരെയൊക്കെയുള്ള പഠനത്തെയാണ് ശരിക്കും പറയുന്നത് ന്യായപ്രമാണ പുത്രൻ. ന്യായപ്രമാണത്തെ പഠിച്ച ഒരാൾ. എന്നാൽ 2ാം ഘട്ടം അവിടുന്ന് പഠിച്ച ഒരാൾ കയറിയിട്ട് അദ്ദേഹം ന്യായപ്രമാണത്തിൽ അവഗാഹമായ ഒരറിവ് സമ്പാദിക്കും. ആ അറിവിന് പറയുന്ന പേരാണ്, ആ അറിവ് കരഗതമാക്കിയവനെയാണ് റബ്ബി എന്ന് വിളിക്കുന്നത്. ആ അറിവുള്ളവനെ, അത് പഠിക്കണം. യേശുവിനെ റബ്ബി എന്ന് വിളിക്കുന്നത് ബഹുമാന പുരസരമാണ്. അപ്പോൾ ഈ റബ്ബി ഒരു പദവിയാണ്, ഒരു ബിരുദമാണ്. അപ്പൊ റബി എന്ന പദവിക്ക് മീതെ ഒരു പദവിയുണ്ട്. ആ പദവിയാണ് റബ്ബാൻ എന്ന് പറയുന്നത്. റബ്ബാൻ, ഈ റബ്ബാൻ ആവുക എന്ന് പറഞ്ഞാൽ റബിമാരെ പഠിപ്പിക്കാനുള്ള ടീച്ചിങ് ആണ് റബ്ബാൻ. അപ്പൊ റബി ആരാകും? റബ്ബാൻ ആകും. അപ്പൊ റബ്ബാൻ ഈസ് എ മാസ്റ്റർ ടീച്ചർ എന്നാണ്. കുറെ കൂടി ഉയരമുള്ള പഠനം, ഹയർ എഡ്യൂക്കേഷൻ നടത്തിയിട്ട് അത്തരം ആളുകളെ പഠിപ്പിക്കുന്ന ആളുകൾ. അപ്പോ അതായിരുന്നു ഗമാലിയേൽ എന്നാണ്. ഗമാലിയേൽ ഒരു റബ്ബാനായിരുന്നു, റബ്ബാൻ. അപ്പൊ ആ റബ്ബാന്റെ കീഴിൽ പഠിക്കുന്ന റബ്ബി ആയിരുന്നു, പഠിച്ച ആളായിരുന്നു പൗലൂസ്. അപ്പോ നമ്മളുടെ യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ റംബാനായി എന്ന് പറയുമല്ലോ, അച്ഛൻ റംബാൻ, റംബാച്ചൻ എന്നൊക്കെ വിളിക്കുമല്ലോ. റംബാൻ ആകുന്നത് ഈ തിരുമേനിയാകാൻ പോകുന്ന ആ ലൈനിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണത്. അങ്ങനെയല്ലേ? മറ്റേ കക്ഷികൾ കല്യാണം കഴിച്ചു പോയാൽ കോറപ്പിസ്കോപ്പ വരെ ആകുള്ളൂ. അതാ എന്റെ ധാരണ. കോറപ്പിസ്കോപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൻട്രൽ പാസ്റ്ററുടെ സ്ഥാനമാണ്. കോറപ്പിസ്കോപ്പയ്ക്ക് ഒരു മേഖലയുടെ, അതിനപ്പുറത്തേക്ക് പ്രൊമോഷൻ ഇല്ല വിവാഹം കഴിച്ച ഒരാള്. മറ്റേന്റെ ലൈനേജ് വേറെയാണ്. അദ്ദേഹം വിവാഹം കഴിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ തിരുമേനിയാകാൻ വേണ്ടിയാണ്, മെത്രാനൊക്കെ ആകാൻ വേണ്ടിയാണ്. ആ യാത്രയിലെ വളരെ സുപ്രധാനമായൊരു നാഴികക്കല്ലാണ് ശരിക്കും റംബാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗമാലിയേൽ റംബാൻ ആയിരുന്നു എന്നാണ്, റബ്ബാൻ എന്നാണ് ശരിക്കും പ്രൊണൗൺസിയേഷൻ. അപ്പൊ റബ്ബാൻ എന്നുള്ള പദവി, ആ പദവി കരഗതമാക്കിയ ഒരു അധ്യാപകന്റെ കീഴിൽ റബ്ബിയായി മാറിയിട്ടുള്ള പൗലൂസ്. അപ്പോ പൗലൂസിന്റെ അടുത്ത കാര്യങ്ങൾ, ഇനി ഹിസ്റ്റോറിക്കലി വരുന്ന കാര്യമൊക്കെ നമുക്ക് യഥോചിതം ഓർക്കാം. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ധാരണ സന്നിധിരീൻ കൗൺസിലിൽ അംഗമായിരുന്നു എന്നാണ്. അതിന് തെളിവില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിന് തെളിവാണ് അവനെ കൊല ചെയ്യുന്നത് ശൗലിന് സമ്മതമായിരുന്നു എന്നുള്ളൊരു പ്രയോഗം. ശൗല് കൺസെന്റ് കൊടുത്തതിലേ കൊല നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോ ശൗല് അതിൻ്റെ കൂടെ കൂടിയതല്ല പറയുന്നത്, അതിനെ കൊല ചെയ്യാൻ ശൗല് കൺസെന്റ് കൊടുത്തു. അപ്പൊ അന്ന് ഈ സന്നിധിരീൻ എന്നുള്ളൊരു കോടതി ഉണ്ടല്ലോ, ഈ കോടതി മതകോടതിയാണ്. ഈ മതകോടതിയിലെ വിധി പറയുന്ന ആള്, മജിസ്ട്രേറ്റ് ആയിരിക്കുന്ന ആള് പുരോഹിതനാണ്. ഇനി പുരോഹിതൻ അവൈലബിൾ അല്ലെങ്കിൽ അതിലെ മുതിർന്ന അംഗത്തിന് വിധി പറയാം. അത് കോറം തികയണമെന്ന് പോലും ഇല്ല. കാരണം അവൈലബിൾ ആയ അംഗങ്ങളെ വെച്ച് ഈ കോർട്ട് നടത്തിക്കൊണ്ട് പോകാം. ഒരു തർക്കം വഴിയരികിൽ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു സന്നിധിരീൻ കൗൺസിൽ അംഗം നിൽപ്പുണ്ടെങ്കിൽ അയാൾ വന്ന് വിധി പറഞ്ഞാൽ മതി, കേട്ടേ പറ്റുള്ളൂ. അതിന് ഭയങ്കര അധികാരമാണ്. അപ്പോൾ ഈ സ്റ്റെഫാനോസിനെ കൊല്ലാൻ പൗലൂസ് കൺസെന്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അധികാരം കണ്ടില്ലേ, കൊന്നേക്കാൻ പറഞ്ഞു. ഈ എറിയുന്നതിന്റെ പേര് കേസൊന്നുമില്ല.
എറിഞ്ഞു കൊന്നേക്കാൻ പറയും. ഞാൻ പ്രമാണം ലംഘിച്ചു, ഞാൻ കേട്ടതാണ്, തട്ടിക്കൊള്ളാൻ പറയും. ഇങ്ങനെയുള്ള അധികാരം ഉള്ള ആളാണ് റബ്ബി. പൗലൂസിനൊക്കെ ഉണ്ട്, കൊല്ലാനൊക്കെ ഉള്ള അധികാരം. അപ്പോൾ ഇത് കുറെ കൂടി കാര്യക്ഷമത കൈവരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം മഹാപുരോഹിതന്റെ പക്കൽ നിന്ന് അധികാരപത്രം വാങ്ങി എന്നുള്ളതാണ്. അധികാരപത്രം വാങ്ങിയാൽ അത് അധികാരപത്രം കൊടുക്കണമെങ്കിൽ ആ കൗൺസിൽ അംഗം തന്നെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു വിഷയമുള്ളത്, ഇയാൾ വളരെ നന്നായിട്ട് പഠിച്ചു, നിയമമൊക്കെ പഠിച്ചു, നിയമം പഠിച്ചിട്ട് ആണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ട് അദ്ദേഹം കേൾക്കുന്ന ഒരു വാർത്ത. ആ കേൾക്കുന്ന വാർത്ത എന്നാന്ന് വെച്ചാൽ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്ന കുറെ ആളുകൾ. ഇത് പ്രസംഗിച്ചിട്ട് വൻതോതിൽ ജനം അതിന്റെ കൂടെ പോകും. ഇത് ഇദ്ദേഹത്തിലൊരു കലിപ്പുണ്ടാക്കി. കാരണം സ്വാഭാവികമായിട്ട് ഈ ബെന്യാമീൻ ഗോത്രക്കാരും യഹൂദ ഗോത്രക്കാരും തമ്മിൽ നല്ല കലഹമാണ്. ചരിത്രത്തിലുടനീളം ഇവർ തമ്മിൽ അടി കാണാം. ഗോത്രങ്ങളുടെ ആ യാത്ര ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും, ഭയങ്കര കലഹമാണ്, തമ്മിൽ ഭയങ്കര അടി. അപ്പൊ തമ്മിൽ ഈ അടിക്കുമ്പോൾ അതിന് കാരണം ഉണ്ടെന്നേ. അതിന് കാരണം ഇവർ രണ്ടു കൂട്ടരോടാണ് യഹൂദയിൽ താമസിച്ചത്. ശ്രദ്ധിക്കുന്നുണ്ടോ? യഹൂദ ജൂഡിയായിൽ ഇവരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ബാക്കി 10 ഗോത്രങ്ങൾ ഇസ്രയേലായിട്ടും യഹൂദിയായിട്ടും പിരിഞ്ഞ കാലത്ത് യെരുശലേം കേന്ദ്രീകരിച്ച് ഈ 2 ഗോത്രവും 10 ഗോത്രം അപ്പുറത്തുമാണ് താമസിച്ചത്. അപ്പൊ തമ്മിൽ പരസ്പരം യോജിക്കാത്ത 2 ഗോത്രങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ എങ്ങനെ ഇരിക്കും ആലോചിച്ച്? ഒരു യോജിപ്പില്ല. അവർ യെരുശലേമിന്റെ ചുറ്റും താമസിക്കുകയാണ്, തമ്മിലടിയാണ്. അപ്പോ ഈ തമ്മിലടി നടത്തുന്ന 2 ഗോത്രങ്ങൾ അടുത്ത് എന്നും അടിയാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത് അവരോട് ചെന്നിട്ട്? ഒരു കൂട്ടരങ്ങ് മാറും, നിങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് ഇഷ്ടം പോലെ സ്ഥലം കിടക്കല്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് മാറിയിരുന്ന് കഴിഞ്ഞാൽ അതാണ് യുക്തം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് പറയാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ ആരോടാ പറയുന്നത്? നമ്മൾ എന്നിട്ട് ഈ യഹൂദ ഗോത്രക്കാരോട് പറയും, നിങ്ങൾ ഈ തമ്മിലടിക്കാതെ ഇവിടുന്ന് മാറും, വെറുതെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്, അപ്പുറത്തൊക്കെ സ്ഥലമുണ്ട്. ഇവർ നമ്മോട് വളരെ ഒരു കഥ പറയും. ഞങ്ങൾ എങ്ങനെ മാറും? ഞങ്ങളുടെ അപ്പനായ ദാവീദ് കഷ്ടമനുഭവിച്ച് ത്യാഗമനുഭവിച്ച് ശൗലിനെ ഭയന്നുമൊക്കെ ഓടി അങ്ങനെ ജീവിച്ച മണ്ണായത്. ഞങ്ങളുടെ അപ്പന്റെ കല്ലറ അവിടെ കിടക്കുകയാണ്. ഞങ്ങളുടെ അപ്പൻ പെട്ടകം ചുവന്നുകൊണ്ട് വരുന്നവരുടെ മുമ്പിൽ നൃത്തം ചെയ്ത സ്ഥലമായത്. അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഈ സ്ഥലത്തുനിന്ന്, ത്യാഗം സഹിച്ച് വാങ്ങിയ ഈ സ്ഥലത്തുനിന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ നിങ്ങൾ ഈ പറയുന്നത്? അവര് വേണേ പോട്ടെ. അപ്പൊ നമ്മൾ പഠിച്ചു വരുമ്പോ ശരിയാണല്ലോ. എവരുടെ അപ്പനാ കഷ്ടപ്പെട്ട ഈ ഭൂമി ഇടിച്ചു നിരത്തി ദേവാലയം പണിതത് ശലോമോനാ. ദാവീദ് അതിനു വേണ്ടി സ്വരുക്കൂട്ടിയത്. ഇവിടെ നിന്ന് ഞങ്ങൾ എവിടെ പോകും? പറയൂ, ഞങ്ങൾക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുന്നത്? ഈ പാരമ്പര്യം ഉറങ്ങുന്ന നല്ല മണ്ണ് വിട്ട് ഞങ്ങൾ പോവില്ല. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറ കിടക്കാൻ ഇവിടെ പോകാൻ പറ്റുന്നത് ഈ ഗോത്രക്കാരനാ, അവനോട് പോകാൻ പറ. അപ്പൊ സ്വഭാവമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ, ഇവിടെ നീ അങ്ങ് മാറിക്കൊള്ളു. കാരണം അവന് അങ്ങനെ ചില വൈകാരികതയുടെ അനുഭവം അവിടെയുണ്ട്. അപ്പൊ നിങ്ങൾ പോകും. അപ്പൊ ഈ ദാൻ ഗോത്രക്കാരൻ ചോദിക്കും, എന്തേ ഞങ്ങൾ പോണം അല്ലേ? പോകാം. ഇവരെന്താ ഇവിടെ നിർത്താൻ കാരണം? അവരപ്പന്റെ ഭൂമി, അവര് രാജാക്കന്മാരായിരുന്നു പണ്ട്. അത് ശരി, അവരുടെ അപ്പൻ രാജാവാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അപ്പൻ രാജാവായിരുന്നു. ഞങ്ങളുടെ അപ്പനെ കൃപയുണ്ടെന്ന് പറഞ്ഞ് തള്ളി മാറ്റി കളഞ്ഞ് ആ സ്ഥലം പിടിച്ചെടുത്തവനാ ദാവീദ്. ആരാ? ശൗല്. ഞങ്ങളുടെ അപ്പനായിരുന്നു ആദ്യത്തെ രാജാവ്. ഇവൻ 2ാമത്തെ രാജാവാ. കല്ലറയെ കിടപ്പുണ്ട്, സംഗതി ശരിയാ. ഞങ്ങളുടെ അപ്പന് സ്വസ്ഥമായിട്ടൊന്ന് ഭരിക്കാൻ അവസരം കൊടുത്തോ. ആ വേദനയെല്ലാം ഞങ്ങളുടെ മനസ്സിൽ കിടക്കുക, ഞങ്ങളും പോകില്ല. ഇതാ ഇവർ അടിക്കുന്നത്. അടി എന്ന് പറഞ്ഞ അടി, കാണുന്നിടത്ത് അടി. യഹൂദ ഒരു ബാലസിംഹം, ഇപ്പുറത്ത് ദാൻ പിന്നെ ബെന്യാമിൻ ഗോത്രം ആട്ടോ, സോറി, ദാൻ ഗോത്രം അല്ല, ബെന്യാമിൻ ഗോത്രം. ബെന്യാമിൻ യഹൂദയാ, സോറി, എനിക്ക് അത് തെറ്റുപറ്റിപ്പോയി. ബെന്യാമിൻ ഗോത്രക്കാരന്റെ ആ കുലത്തിൽപ്പെട്ടതാണ് ശൗല്. ഏത് ശൗല്? പഴയ രാജാവ്. അപ്പൊ ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള അടിയാ. യഹൂദയും ബെന്യാമിനും കണ്ടാൽ അടിയാണ്. അടിയുടെ കാരണമായത് ഒന്ന് ശൗലിന്റെ പാരമ്പര്യം, 2 ദാവീദിന്റെ പാരമ്പര്യം. 2 കൂട്ടരും അടി. അടി സ്ഥിരമായി കഴിഞ്ഞപ്പോഴാ ഒരു രക്ഷയില്ല. അപ്പോ ഈ അടി അങ്ങ് തുടരും. ഒരുത്തൻ കടിച്ചു കീറുന്ന ചെന്നായി, അതാ ബെന്യാമിൻ. മറ്റേത് സിംഹി പോലെ പതുങ്ങിക്കിടക്കുന്ന യഹൂദ ഒരു ബാലസിംഹം. അപ്പൊ സിംഹവും ചെന്നായും തമ്മിൽ അങ്ങ് അടിയ തീരെ ഏറ്റുമുട്ടുക. അപ്പൊ ഈ അടി വർഷങ്ങളുടെ പഴക്കമുള്ള അടി അതിന്റെ ക്ലൈമാക്സിലെത്താൻ പോകും. അതുകൊണ്ട് തന്നെ ഈ പൗലോസിന് എപ്പോഴും ധരിച്ചിരുന്നു, അല്ലെ ഈ ബെന്യാമിൻ ഗോത്രക്കാർ എപ്പോഴും ധരിച്ചിരുന്നു, ഒരു ദിവസം യഹൂദ അട്ടിമറിഞ്ഞു പോകും. ഈ നമ്മുടെ ഇവന്മാർ ഇട്ടേച്ചു പോയാലേ, റോമക്കാരൻ ഇട്ടേച്ചു പോയി ഈ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഈ രാജ്യം ഞങ്ങളായിരിക്കും ഭരിക്കുന്നത്. അതുകൊണ്ട് ബെന്യാമിൻ ഗോത്രത്തിലെ ആള് വേണം. അതിനാ ഇവർ ഈ പഠിക്കുന്നത്. ബെന്യാമിൻ ഗോത്രക്കാര് പഠിച്ചു വെച്ചേക്ക.
പക്ഷെ യഹൂദഗോത്രക്കാരപ്പുറത്തുണ്ട്. അപ്പോഴാണ് പൗലോസ് കേൾക്കുന്ന പഴയ കുടിപ്പക ഒന്ന് ഉണരാൻ കാരണമുണ്ടേ. വെറുതെ സുവിശേഷത്തെ എതിർക്കുക മാത്രമല്ല, ഒരു കുടിപ്പകയുടെ കഥ കൂടിയുണ്ട്. ഇതാ മശിഹ ജനിച്ചിരിക്കും. എവിടുന്നാ? യഹൂദഗോത്രത്തിൽ. യഹൂദഗോത്രത്തിന്റെ ഈ ക്ലെയിമിനെതിരെ ബെന്യാമീൻ ഗോത്രത്തിനൊരു നിലപാടുണ്ട്. അങ്ങനെ യേശുവിന്റെ അനുഗാമികളുടെ മാർഗത്തെ അവരെ വഴിയിൽ ഇരച്ചു കൊണ്ടുവന്ന് കൊന്നു എന്നാണ്. വഴിയിൽ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി പഠിക്കണം. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ അറിയപ്പെടുന്ന രക്തസാക്ഷി സ്തെഫാനോസ് ആണെങ്കിലും വേറെ ചിലരോട് മരിച്ചു എന്നായി കാണും. നമുക്കവരെ വേറെ അറിയത്തില്ലെന്നേ ഉള്ളൂ. കാരണം ശൗൽ വീട് തോറും ചെന്ന് ആളുകളെ വലിച്ചിഴച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നിട്ട് കൊന്നെന്നാണ്. അതിന് പിന്തുണ കൊടുത്തു എന്നാണ്. കൊല ഒത്തിരി നടന്നിട്ടുണ്ടെന്ന്. സ്തെഫാനോസിന്റെ മാത്രമല്ല, പലരെ കൊന്നിട്ടുണ്ട്. അതിന് കൺസെന്റ് കൊടുക്കുകയാണ്. ഭീകരതയാണ്. ഈ അടി മൂത്തു. അപ്പോഴാണ് സ്തെഫാനോസിന്റെ വിചാരണ നടക്കുന്നത്. ഈ സ്തെഫാനോസ് വിചാരണ നടക്കുമ്പോൾ ഉള്ള ഒരു സംഭവം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ തൽക്കാലത്തേക്ക് നിർത്താം. മുഷിയുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ സ്തെഫാനോസിനെ കൊണ്ടുവന്നു. അപ്പൊ സ്തെഫാനോസ് എൻ്റെ അതുവരെയുള്ള ജോലി മേശമേൽ ശുശ്രൂഷിക്കുകയായിരുന്നു. ഭക്ഷ്യവസ്തുക്കളൊക്കെ വാങ്ങുന്നു, കണക്കെഴുതുന്നു, അത് ഫുഡ് സപ്ലൈ ചെയ്യുന്നു. ഈ കാര്യമൊക്കെയാണ്. ഈ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാവുന്ന പരമാവധി പ്രൊമോഷൻ എന്തുവാ? നിങ്ങളൊന്ന് ആലോചിച്ച്. പക്ഷെ ദൈവം അങ്ങനെയല്ല കണക്ക് കൂട്ടിയത്. ഏറ്റവും കരുത്തനായൊരു പ്രസംഗകനാക്കി സ്തെഫാനോസിനെ ദൈവം ഉയർത്തി. സത്യത്തിൽ സ്തെഫാനോസിന്റെ പ്രസംഗം കേട്ടോ, ഒരു മിനി ബൈബിളാണ്. എന്നുവെച്ചാൽ ഉൽപ്പത്തി മുതൽ തുടങ്ങി യേശുവിന്റെ ക്രൂശ് മരണം വരെ എത്തിച്ചത്. നമ്മളും പ്രസംഗിച്ച അങ്ങനെ ചെയ്യണം. പഴയ ദൈവാസന്മാരുടെ ഒരു ട്രഡീഷൻ അങ്ങനെയാണ്. നേരെ ക്രൂശിലെത്തിയാണ് പ്രസംഗത്തിന് ക്ലോസ് ചെയ്യുന്നത്. ഉയർപ്പിച്ച് കർത്താവിന്റെ ഉയർപ്പും മടങ്ങി വരുമൊക്കെ പിന്നെ സംസാരിക്കുമെങ്കിലും ക്രൂശ് നിർബന്ധമായിരുന്നു. ഇവിടെ പൗലോസ് അൻസ്ലീഹല്ല ഈ മനുഷ്യൻ ഇങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ വിചാരണ കോടതിക്ക് ഒരു രീതിയുണ്ട്. സന്നിധിന്റെ പ്രവർത്തന രീതിക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സന്നിധി കൂടുമ്പോൾ 70 അംഗങ്ങളാണ് സന്നിധിയിലുള്ളത്. 70 അംഗങ്ങൾ. 70 അംഗങ്ങളിൽ 35 പേർ മഹാപുരോഹിതന്റെ വലത്തും 35 പേർ മഹാപുരോഹിതന്റെ ഇടത്തും നിൽക്കണം എന്നാണ്. ഈ കോർട്ടിൽ ഇരിക്കേണ്ട ഇങ്ങനെയാണ്. 35 പേർ ഇടത്തിരിക്കണം, 35 പേർ വലത്തിരിക്കണം. തൊട്ടഭിമുഖമായിട്ടാണ് ഇവരിയ്ക്കുന്നത്. തൊട്ട് മുമ്പിൽ കൊണ്ട് പ്രതിയെ നിർത്തും. പ്രതിയെ നിർത്തി വാദം ആരംഭിക്കും. ഈ 35 പേര് വന്നില്ലെങ്കിൽ അവൈലബിൾ കോറം അത് കൂടിയാൽ മതി. അവരിങ്ങനെ കൂടിയിരിക്കുമ്പോൾ പുരോഹിതൻ പ്രതിയെ നിർത്തിയിട്ട് അവന്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അവനെ പറ്റിയുള്ള കുറ്റം, ഇവൻ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഗുരുതരമായ കുറ്റമാണല്ലോ ഇവിടെ വിചാരണ ചെയ്യുന്നത്. ന്യായപ്രമാണം പറയുന്നത് പോലെ അവനെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് വിധി വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് പറഞ്ഞിട്ട് മഹാപുരോഹിതൻ ഇടത്തോട്ട് നോക്കും. അപ്പൊ ഇടത്തിരിക്കുന്ന ആളുകൾ പറയും, പ്രഭു ഇനിയിപ്പോ കൂടുതൽ പറയാനൊന്നുമില്ല, അവന്റെ ആ മുഖം തന്നെ കണ്ടാൽ അറിയാം അവൻ ക്രിമിനലാ, സാക്ഷിമൊഴിയുണ്ട് ഇവിടെ. ഇതെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണം പറയുന്ന അനുസരിച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലേണം. പുരോഹിതൻ വലത്തോട്ട് നോക്കും. വലത്ത് ഭാഗത്തൊരു നിശബ്ദത കണ്ടാൽ ദേ ആർ ഓൾസോ കൺസെന്റഡ്, അവര് അനുവദിച്ചിരിക്കുന്നു. എന്നാൽ വലത്ത് ഭാഗത്ത് നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് പറയും, പ്രഭോ ഇതൊരു മനുഷ്യന്റെ പ്രാണൻ വെച്ചുള്ള കളിയാ, ന്യായപ്രമാണം ലംഘിച്ചു എന്ന് ഇതുവരെ കൃത്യമായിട്ട് വന്നിട്ടില്ല, സാക്ഷിമൊഴികൾ അത്ര കറക്റ്റ് അല്ല, ഇന്ന പൊരുത്തക്കേടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഒപ്പം അവന്റെ മുട്ടിലിഴയുന്ന ഒരു കുഞ്ഞുണ്ട്, കണ്ണ് കാണാത്തൊരു അപ്പനുണ്ട്, പ്രായമായൊരു അമ്മയുണ്ട്, അവര് ഭാര്യയുണ്ട്. സംശയത്തിന്റെ പേര് നമ്മൾ ഇവനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. സംശയമുണ്ടെങ്കിൽ ഇവൻ ചെയ്തോ ഇല്ലയോ സംശയം ഉണ്ടെങ്കിൽ വിട്ടുകളയാണ് ചെയ്യേണ്ടത്. സംശയത്തിന്റെ പേര് കൊല്ലാൻ പറ്റില്ല. സംശയത്തിന്റെ ആനുകൂല്യം എന്ന് അതിന് പറയും. അതിന്റെ പേര് വിട്ടയക്കുക. ഒരുത്തനെ കൊല്ലാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു കാര്യം, അവൻ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകട്ടെ, അങ്ങനെ വിട്, അവൻ ഇനി ശല്യമൊന്നും ചെയ്യത്തില്ല, സങ്കേത നഗരത്തിലേക്ക് ആ പോക്കോട്ടെ. ഇത് പറയുകയാണ് വലത്തുഭാഗത്ത് നിൽക്കുന്നവരുടെ പണി. അപ്പൊ പുരോഹിതന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവർ വാദിക്കുന്നത് പ്രതിക്ക് അനുകൂലവും, പുരോഹിതന്റെ ഇടത്തുഭാഗത്ത് നിൽക്കുന്നവർ വാദിക്കുന്നത് പ്രതിക്കെതിരെയുമാണ്. ഇതിനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, വലത്തോട്ട് നോക്കി കാണണമേ സഹായിപ്പാൻ ആരുമില്ല. ഇപ്പൊ വലത്തുഭാഗത്ത് എന്തിനാ നിൽക്കുന്നത്? നമുക്ക് വേണ്ടി സംസാരിക്കാൻ,
നമുക്ക് വേണ്ടിയുള്ള പക്ഷപാതം, അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ വിധി കിട്ടാതെ പോയ ഇത് കോടതിയുടെ ഒരു നിയമമാണ്. നമ്മുടെ രാജ്യത്ത് അഫ്സൽ ഗുരു എന്ന പേരായ ഒരു മതതീവ്രവാദി പാർലമെന്റിന് മുമ്പ് വെച്ചു. അവനെ വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോൾ അവന് നമ്മൾ വിട്ടൊരു വക്കീലിനെ വെപ്പിച്ചു, നമ്മൾ ഇന്ത്യ മഹാരാജ്യം. കാരണം അവന് പറയാനുള്ളത് കേൾക്കണം, അതുകൂടി കേൾക്കാതെ വിധിയിടാൻ പറ്റില്ല. അവനോട് സംസാരിക്കാൻ നമ്മൾ വിട്ട് ഒരു അഡ്വക്കേറ്റിനെ, സമർത്ഥനായ ഒരു അഡ്വക്കേറ്റിനെ വെച്ചു. അപ്പൊ എന്തിനാണിത്? അത് പ്രതിയുടെ അവകാശമാണ്. അവന് പറയാനുള്ളത് കേൾക്കുക. ഓടി ആർട്ടം പാർട്ടം എന്നാണ് ആ റൂളിന് പറയുന്നത്. ഓടി ആർട്ടം പാർട്ടം. ഓടി എന്ന് പറഞ്ഞാൽ ഒടിവിളാകണം മജിസ്ട്രേറ്റ്. ആർട്ടം പാർട്ടം, രണ്ടു വശവും കേട്ടിട്ട് ഒടിവിളാകണം ആള്, എന്നിട്ട് വിധി പറയാവൂ. അതാണ് അതിന്റെ തത്വം, പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. അപ്പോ ഈ തത്വം അനുസരിച്ചുകൊണ്ട് ഇദ്ദേഹം അവസരം കൊടുക്കേണ്ടതാണ്. പക്ഷെ യേശുവിന്റെ കാര്യത്തിൽ ഇത് കിട്ടിയില്ല എന്നുള്ളതാണ്. യേശുവിനെ വിചാരണ ചെയ്ത കോടതിയിൽ വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. സങ്കീർത്തനം പറയാ, ഇങ്ങനെ ഇത് കിട്ടിയില്ല. രണ്ടാമത്തെ കോടതി, ഈ ന്യായം പാലിക്കാതെ പോയ കോടതി, നമ്മുടെ സ്തെഫാനോസിനെ വിചാരണ ചെയ്ത കോടതിയാണ്. ആ കോടതിയെ പറ്റി പറയാണ്, ഇനി സാക്ഷിമൊഴികളെ കൊണ്ട് എന്താവശ്യം, കേസ് തെളിയൊന്നും വേണ്ട, കല്ലെറിഞ്ഞേക്കാൻ. നമ്മൾ കണ്ടാണ്. അപ്പൊ ഈ ഉടുപ്പ് ഊരി വെച്ചിട്ട് അവർ കല്ലെറിയാൻ തുടങ്ങാം. കാരണം ഈ കുപ്പായിട്ടുകൊണ്ട് ഓടി എറിയാൻ പാട്. അപ്പോൾ അത് സൂക്ഷിച്ചു എന്നാണ്. ഷൗലിന് സമ്മതമായിരുന്നു താനെ കൊല്ലാൻ. സമ്മതം എന്ന് പറഞ്ഞാൽ പുള്ളി നിന്നത് ഇടത്തുവശത്താണ്. ഇത് വാദം എടുത്തപ്പോഴേ, കേസ് വായിച്ചപ്പോഴേ ഇടത്തുഭാഗത്ത് പോയി നിന്നു. കാരണം അവന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ നോക്കും. സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നില്ല, വലത്തുഭാഗത്ത് നിന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സ്തെഫാനോസിന്റെ കണ്ണുകൾ ആരെങ്കിലും വലത്തുഭാഗത്തുണ്ടോ എല്ലാം പറയുന്നുണ്ടോ, ഒരാകാംക്ഷ. ഏറ് കിട്ടുമെന്ന് ഉറപ്പായി. പിന്നെ സാക്ഷി വഴി പോലും എടുക്കുന്നില്ല. അപ്പൊ പിന്നെ ആരെങ്കിലും ഉണ്ടോ നോക്കിയപ്പോ ആരുമില്ല. ഏറ് തുടങ്ങി, ഗുരുതരമായ ഏറ്. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മളെയൊക്കെ കല്ലെറിഞ്ഞാൽ വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു 2-3 മിനിറ്റത്തെ വേദന കാണും. പിന്നെ നമ്മൾ ഇതങ്ങ് മറന്നുപോകും. അതിന്റെ കാരണം നമ്മുടെ ഈ പ്രത്യാശ വർദ്ധിക്കും. നമ്മളെ അതിൽ ഒറ്റപ്പെടുത്തിയല്ല വിടുന്നത്. മറിയുടെ കാര്യം പറഞ്ഞ പോലെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ യേശു അല്ലേ കയ്യിലിരിക്കുന്നത്. പിന്നെ അവൾക്ക് വിഷമിക്കണം. കുഞ്ഞാന്ന് പറഞ്ഞാൽ യേശുവിനെ കൊണ്ടല്ലേ. അതിന്റെ കർത്താവിന് അതിന്റെ ആ ശക്തി സ്രോതസ്സുകൾ അവന്റെ പക്കലില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഏറ് വരികയാണ്, തുരുതുരാ ഏറ് വരികയാണ്. ഏറിനാൽ മൂടപ്പെടുക. ഏറുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്ന സ്തെഫാനോസ് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഉയരത്തിലേക്കൊന്ന് കണ്ണു വായിക്കുമ്പോൾ ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്താ കണ്ടത്? അവിടെ തുറക്കപ്പെട്ട സ്വർഗം. ആ സ്വർഗം കണ്ടിട്ട് പറയുകയാണ്, ഇതാ ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ മഹത്വത്തിന്റെ വലതുഭാഗത്ത് പുത്രനിരിക്കുന്നതും കാണുന്നു. അപ്പൊ അത് ശ്രദ്ധിച്ചോ, കർത്താവായ യേശു ഇരിക്കുന്ന എവിടാ? പിതാവിന്റെ മഹിമയുടെ വലതുവശത്ത്. എന്തിനാണെന്ന് അറിയണ്ടേ? സ്തെഫാനോസ് ചിന്തിക്കുക, ഈ ലോക കോടതിയുടെ വലതുവശത്തിരുന്ന് എനിക്ക് വേണ്ടി ന്യായം പറയാൻ ഒരാളെ കിട്ടാതെ പോയപ്പോൾ പരമാധികാര കോടതിയുടെ വലത്തുഭാഗത്ത് ഒരുവൻ ഇരിക്കുന്നു എനിക്ക് വേണ്ടി സംസാരിക്കാൻ. ഇന്നും പുത്രൻ ചെയ്യുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് വേണ്ടി വലതുവശത്തിരിക്കുന്നതിന്റെ കാരണം എന്താ? പിശാചായവൻ അപവാദം പറഞ്ഞ് ഇയ്യോബിന്റെ കാര്യം പറഞ്ഞ് ചെന്നതുപോലെ എന്നെയും നിങ്ങളെയും പറ്റി പറയുമ്പോൾ വിശ്വസ്ത മഹാപുരോഹിതൻ നമ്മുടെ പിതാവിന്റെ വലതുവശത്തിരിക്കാൻ കാരണം എന്താ? നമുക്ക് വേണ്ടിയാണ് അവിടുത്തെ വാദം. അപ്പോൾ സ്തെഫാനോസ് ആദ്യം തന്റെ ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. ഇത് മരണമൊഴിയായിരുന്നു. മരണമൊഴി കർത്താവ് രേഖപ്പെടുത്തി. അങ്ങനെ സ്തെഫാനോസിന്റെ അന്ത്യനിമിഷത്തിലെ പ്രാർത്ഥന ഉൽപ്പാദിപ്പിച്ച ഉത്തരത്തിന്റെ പേരാണ് പൗലുസ്. സ്തെഫാനോസ് പ്രാർത്ഥിച്ചുളവാക്കിയ, മരണത്തിന്റെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ആ പുതുസൃഷ്ടിയുടെ പേരാണ് സെയിന്റ് പോൾ. പോൾ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമാണ്. പൗലോസ് എന്ന മനുഷ്യൻ അവസാനം ഏറ് കിട്ടി മരിക്കുന്ന വേളയിൽ സ്തെഫാനോസ് പ്രാർത്ഥിച്ചു തൊടുത്തുവിട്ട അസ്ത്രമായിരുന്നെങ്കിൽ ഒരു കാര്യം ഓർക്ക്, സ്തെഫാനോസിനും ഒരുപക്ഷെ അന്നേരം ചിന്തയില്ല, ഞാൻ പ്രാർത്ഥിച്ച് നേടാൻ പോകുന്ന ഈ കരുത്തൻ എത്ര കോട്ടകളെ ഇടിക്കാൻ പോകുന്നെന്നും എത്ര 10,000-ങ്ങളെ ലക്ഷങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കാൻ പോകുന്ന ഒരു കരുത്തനെയാണ് നേടുന്നതെന്നറിയാതെ പൗലോസ് എന്ന മനുഷ്യന്റെ ആത്മീക സൃഷ്ടിക്ക്, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഉൽപാദനത്തിന്, ആ മനുഷ്യനെ ഉളവാക്കുന്നതിൽ ആ പ്രാർത്ഥന പങ്കുവഹിച്ചു. അപ്പോൾ പൗലോസിന്റെ മാനസാന്തരം വരെയാണ് നമ്മൾ ചെന്നത്. ഒരു വിഷയം കൂടെ, ഈ ഘട്ടത്തിൽ ഈ പൗലോസ് ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച എന്താണ്? താൻ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്.
ആ ശബ്ദത്തില് പൗലോസ് ഒന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിയുന്നൊക്കെ നാളെ കൃത്യം പറയാം. എന്നാൽ ഓർക്കണം, ഈ കർത്താവ് ഇവിടെ ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. അടി നടക്കല്ലേ, ബെന്യാമീൻ ഗോത്രവും യഹൂദ ഗോത്രവും. ഈ അടി ഇന്ന് തീരണം എന്നോർത്ത് അതിലെ ക്യാപ്റ്റൻ ഇട്ട് കൊടുത്തു ഒരു പേർക്ക്. അതായത് അപ്പന്മാര് തമ്മിൽ തുടങ്ങി വെച്ച അടിയുണ്ടല്ലോ. ആര്? ബെന്യാമീനും ശൗലും ദാവീദും തമ്മിലുള്ള അടി കൊച്ചുമക്കളുടെ കാലം എത്തിയപ്പോ പൗലോസ് യേശുവും കൂടെ ഏറ്റെടുത്തു. മനസ്സിലായില്ലേ? യേശുവിന്റെ അനുഗാമികളും പൗലോസും കൂടെ ഏറ്റെടുത്തു. യേശുവിന്റെ അടിയുടെ മുമ്പിൽ ഈ ബെന്യാമീൻ ഗോത്രക്കാരൻ തകർന്നു. അഹന്ത മുഴുവൻ അവിടെ തീർന്നു. എന്റെ കർത്താവേന്ന് വിളിപ്പിച്ചു. ഇതാണ് സുവിശേഷം. എല്ലാ പകയും വിദ്വേഷവും എല്ലാ വൈരാഗ്യങ്ങളും തീർത്ത് യേശുവിനെ ഉയർത്താൻ കഴിയത്തക്ക വിധം അനുരഞ്ജനത്തിന്റെ ശക്തിയാണ് സുവിശേഷം. അത് ദ സ്പിരിറ്റ് ഓഫ് റീകൺസിലിയേഷൻ, ഒരുമിപ്പിക്കുന്ന ആ നിരപ്പിന്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ വിചിന്തനം ചെയ്യാം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.